1973 സെപ്റ്റംബർ 23 ചിലിയുടെ തലസ്ഥാനമായ സാന്റിയാഗോ നഗരത്തിൽ അന്ന് അത്യസാധാരണമായൊരു നിശബ്ദത പടർന്നു പിടിച്ചിരിക്കുകയാണ്. അന്നേക്ക് 11 ദിവസം മുമ്പ് നിയുക്ത പ്രസിഡന്റ് സാൽവദോർ അലൻഡെ ഏറെ അക്രമാസക്തമായൊരു സൈനിക അട്ടിമറിയിലൂടെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടിരുന്നു. ലാ മൊണേഡ പ്രസിഡൻഷ്യൽ പാലസിന്റെ മതിൽക്കെട്ടിനെ വളഞ്ഞ ടാങ്കുകളും ആകാശത്തുകൂടി റോന്തുയറ്റിയ പോർവിമാനങ്ങളും തുരുതുരാ തീതുപ്പിയ ദിവസം കൊട്ടാരവളപ്പിൽ നടന്ന കലാപത്തിൽ വിമതഭടന്മാരുടെ വെടിയേറ്റ് പ്രസിഡന്റ് അലൻഡെ കൊല്ലപ്പെട്ടിരുന്നു. തെരുവുകൾ ചോരയിൽ കുളിച്ച ആ അഭിശപ്ത ദിനത്തിൽ രാജ്യത്തെ ഭരണഘടനയും റദ്ദാക്കപ്പെട്ടു. വിമതർ പാർലമെന്റ് പിരിച്ചുവിട്ടു. ആ ഒരൊറ്റ പകൽ കൊണ്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെന്റിനെ താഴെ ഇറക്കി അഗസ്റ്റോ പിനോഷെ എന്ന സ്വേച്ഛാധിപതിയായ ജനറൽ രാജ്യത്തെ തന്റെ ഉരുക്കുമുഷ്ടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. അത് ഒരു ഞായറാഴ്ചയായിരുന്നു. അന്നേ ദിവസം രാജ്യത്തെ ജനങ്ങളുടെ പ്രിയ കവി പാബ്ലോ നെരൂദ തലസ്ഥാനത്തെ സാന്റാ മരിയ ക്ലിനിക് എന്ന അറിയപ്പെടുന്ന നഴ്സിംഗ് ഹോമിൽ രോഗഗ്രസ്തനായി കഴിയുകയാണ്. കുറച്ചു കാലമായി പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള ചികിത്സയിലായിരുന്നു കവി. ശരീരം രോഗപീഠയാൽ അസ്വസ്ഥമാണ് എങ്കിലും കവിയുടെ മനസ്സ് അചഞ്ചലമായിരുന്നു. അന്നുച്ചയ്ക്ക് ഇടയ്ക്ക് അറിയാതെ ഒന്ന് കണ്ണടച്ചു മയങ്ങിയതായിരുന്നു കവി. പെട്ടെന്ന് ദേഹത്ത് മുള്ളുകൊണ്ട പോലെ ഒരു വേദന അനുഭവപ്പെട്ട് കവി ഞെട്ടിയുണർന്നു. വയറിന്റെ ഭാഗത്ത് എന്തോ പ്രശ്നമുണ്ട്. വല്ലാത്തൊരു നീറ്റൽ, ഒരു തരിപ്പ്, രോമകൂപങ്ങളിലൂടെ അരിച്ചു കയറുന്ന അസഹ്യമായ കടച്ചിൽ. കിടന്ന കിടപ്പിൽ കട്ടിലിനരികിലെ പേഴ്സണൽ ഫോൺ കടന്നെടുത്ത് കവി തന്റെ വിശ്വസ്തനായിട്ടുള്ള ഡ്രൈവർ മാനുവൽ അറയായെ വിളിച്ചു. മാനുവൽ, ഞാൻ ഉറങ്ങുന്നതിനിടയ്ക്ക് ആരോ എന്തോ എൻ്റെ ദേഹത്ത് സിറിഞ്ച് കൊണ്ട് കുത്തിവെച്ചിട്ട് പോയി. കണ്ണു തുറന്നപ്പോൾ ആരെയും കണ്ടില്ല. പക്ഷേ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നു, എന്തോ കുഴപ്പമുണ്ട്, നീ എത്രയും പെട്ടെന്ന് ആശുപത്രി വരെ ഒന്ന് വരണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നെരൂദ ഫോൺ വെച്ചു. തൻ്റെ ജീവിതത്തിൽ താൻ ഉച്ചരിക്കാൻ പോകുന്ന അവസാന വാക്കുകളാവും അതെന്ന് ഫോണിൻ്റെ റിസീവർ ക്രാഡിലിൽ വെക്കുമ്പോൾ കവി കരുതി കാണില്ല. ഫോൺ വെച്ച നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശ്വാസം നേർത്തു വന്നു. സഹായത്തിന് ഒന്ന് ഡോക്ടറെയോ നഴ്സിനെയോ വിളിക്കാനുള്ള ആവത് പോലും പിന്നീട് നെരൂദയ്ക്ക് ഉണ്ടായില്ല. അധികം വൈകാതെ അദ്ദേഹം പേക്കിനാവുകൾ നിറഞ്ഞ ഒരു അബോധാവസ്ഥയിലേക്ക്, ഒരു കോമയിലേക്ക് വഴുതി വീണു. ഫോൺ വെച്ച നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഡ്രൈവർ മാനുവലും നെരൂദയുടെ ഭാര്യ മെറ്റിൽഡ ഉറൂഷയും ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തിയെങ്കിലും അപ്പോഴേക്കും വല്ലാതെ വൈകിപ്പോയിരുന്നു. അന്ന് രാത്രിയോടെ ചിലിയുടെ, ലാറ്റിൻ അമേരിക്കയുടെ, ഈ ലോകത്തിൻ്റെ തന്നെ പ്രിയ കവി പാബ്ലോ നെരൂദ തൻ്റെ അന്ത്യശ്വാസം വലിച്ചു. ദീർഘകാലമായി അലട്ടിയിരുന്ന അർബുദം മൂർച്ഛിച്ചാണ് കവി മരിച്ചത് എന്ന് സാന്റാ മരിയ ക്ലിനിക്കിലെ ഡോക്ടർമാർ വിധിയെഴുതി. പോഷകാഹാരക്കുറവാണ് കവിയുടെ മരണം വേഗത്തിലാക്കിയത് എന്നൊരു പരാമർശം പിനോഷെ ഗവൺമെന്റ് പുറത്തിറക്കിയ പ്രസ് റിലീസിലും ഇടം പിടിച്ചു. എന്നാൽ 2 ദിവസം മുമ്പ് നെരൂദയെ നേരിൽ കണ്ടിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഉറ്റവർക്ക് അതൊന്നും വിശ്വസിക്കാനായില്ല. അവർ ഒരേ സ്വരത്തിൽ അടക്കം പറഞ്ഞു, ഇത് സ്വാഭാവിക മരണമല്ല. പിനോഷയുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ ശബ്ദമുയർത്തിയ തങ്ങളുടെ പ്രിയ കവിയെ അയാളുടെ കിങ്കരന്മാർ ഇല്ലാതാക്കിയതാണ്. അന്ന് ആ ആക്ഷേപത്തിന് ആരും പുല്ലുവില കൽപ്പിച്ചില്ല എങ്കിലും പതിറ്റാണ്ടുകൾക്ക് ശേഷം 2013 അനന്തരവൻ റൊഡോൾഫോ റൈസിന്റെ പരാതിയിന്മേൽ ഒരു ചിലിയൻ ജഡ്ജ് നെരൂദയുടെ മൃതദേഹം കുഴിതോണ്ടിയെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉത്തരവിട്ടു. കാനഡയും ഡെൻമാർക്കും അടക്കം 4 രാജ്യങ്ങളിലെ ഫോറൻസിക് ലബോറട്ടറികളിൽ പരിശോധനയ്ക്ക് പറഞ്ഞയക്കപ്പെട്ടു. 2017 ഒടുവിൽ അന്തിമ പരിശോധനാ ഫലങ്ങൾ വന്നപ്പോൾ ചിലിയൻ ഗവൺമെന്റ് പ്രതിനിധികൾ ലോകത്തെ ഞെട്ടിച്ച ആ സ്ഥിരീകരണം നടത്തി. നെരൂദ മരിച്ചത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ മൂർച്ഛിച്ചല്ല, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്നു പേരുള്ള ഒരു മാരക വിഷം അകത്തു ചെന്നതാണ് കവിയുടെ മരണകാരണം. അജ്ഞാതനായ ഏതോ ഒരു കൊലയാളി നഴ്സിംഗ് ഹോമിലെ നെരൂദയുടെ മുറിയിലേക്ക് നുഴഞ്ഞു കയറി അദ്ദേഹം ഉറങ്ങിക്കിടക്കുമ്പോൾ വയറ്റത്ത് സിറിഞ്ച് കൊണ്ട് വിഷം കുത്തിവെച്ച് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞതാണ്. നെരൂദയെ കൊന്നത് ആരാണ്, ആർക്കു വേണ്ടിയാണ് എന്നതൊന്നും പിന്നീട് അന്വേഷണ വിധേയമാക്കപ്പെട്ടില്ല എങ്കിലും അതോടെ അദ്ദേഹത്തിന്റെ ദുരൂഹ മരണം സ്വാഭാവികമല്ല എന്നത് ഉറപ്പായി. സ്വേച്ഛാധിപതിയുടെ കിങ്കരന്മാരാൽ കൊല്ലപ്പെടും മുമ്പ് ഏറെ സംഭവബഹുലമായ ജീവിതം തന്നെ പാബ്ലോ നെരൂദ ജീവിച്ചു തീർത്തിട്ടുണ്ട്. വിപ്ലവത്തെയും പ്രണയത്തെയും ഒരേ അധരങ്ങളാൽ ചുംബിച്ച പാബ്ലോ നെരൂദ എന്ന കാൽപ്പനിക കവിക്ക് അചഞ്ചലമായ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ ആജീവനാന്തം നടത്തേണ്ടി വന്നിട്ടുള്ള പലായനങ്ങളുടെയും ഒടുവിൽ നേരിടേണ്ടി വന്ന ഉന്മൂലനത്തിന്റെയും കഥ. തീഷ്ണ യൗവനത്തിൽ വിഷയാസക്തനായി ചുരമാന്തി നടന്ന കവിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പിൽക്കാല പ്രശസ്തിക്കും യശസ്സിനും മേൽ കരിനിഴൽ വീഴ്ത്തും മട്ടിലുണ്ടായ അക്ഷന്തവ്യമായൊരു കൊടിയ കുറ്റകൃത്യത്തിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ജൂലൈ 12 ചിലിയിലെ ലിനാറസ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരമായ സാന്റിയാഗോയിൽ നിന്ന് ഏതാണ്ട് 350 കിലോമീറ്ററോളം തെക്കു മാറിക്കിടക്കുന്ന പാറൽ എന്ന കുഞ്ഞു പട്ടണത്തിൽ റിക്കാർഡോ എലിയസർ നെഫ്താലി റേയസ് ബസാൾട്ടോ എന്ന പേരിലാണ് നെരൂദ ജനിക്കുന്നത്. വീട്ടുകാർ അവനെ നെഫ്താലി എന്ന് വിളിച്ചു. അച്ഛൻ ഹോസെ ഡെൽ കാർമൻ റേയസ് മൊറാലസ് റെയിൽ റോഡ് കണ്ടക്ടറായിരുന്നു.
കുഞ്ഞുണ്ടായി 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ സ്കൂൾ ടീച്ചറായിരുന്ന അമ്മ റോസ നെഫ്താലി ബസ്താൾട്ടോ ഒപ്പാസോ ക്ഷയം മൂർച്ഛിച്ചു മരിച്ചു പോകുന്നു. 2 വയസ്സ് തികയും വരെയും നെഫ്താലി പിന്നീട് കഴിയുന്നത് അവൻ്റെ അപ്പൂപ്പനോടൊപ്പമാണ്. അപ്പോഴേക്കും വീണ്ടും വിവാഹം കഴിക്കുന്ന അച്ഛൻ നെഫ്താലിയും കൂടെ കൂട്ടി ചിലിയുടെ തെക്കൻ പ്രവിശ്യയിലെ മഴക്കാടുകളോട് ചേർന്ന് കിടക്കുന്ന ടെമിക്കോ പട്ടണത്തിലേക്ക് താമസം മാറ്റുന്നു. സാധാരണ കഥകളിലെ ഒരല്പം വില്ലൻ സ്വഭാവം കലർന്ന ചിറ്റമ്മമാരിൽ നിന്ന് വ്യത്യസ്തയായി സ്നേഹവതിയും ഗ്രാമീണ പ്രകൃതിയുള്ളവളുമായിരുന്നു ഡോണ എന്ന ഈ രണ്ടാനമ്മ. വീട്ടുകാര്യങ്ങളെല്ലാം അവർ തികഞ്ഞ കർമ്മകുശലതയോടെ നടത്തിപ്പോന്നു. ചിരിക്കാനും ചിരിപ്പിക്കാനും അറിയാവുന്ന ഒരമ്മ. നെരൂദ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അവരെ ഓർക്കുന്നത് എൻ്റെ ബാല്യകാലത്തിലെ ഗാർഡിയൻ ഏഞ്ചൽ എന്നാണ്. 6-ാം വയസ്സിൽ നെഫ്താലി സ്കൂളിൽ ചേരുമ്പോഴേക്കും അവനെ അവർ എഴുതാനും വായിക്കാനും പഠിപ്പിക്കൽ കഴിഞ്ഞിരുന്നു. ചിന്നിച്ചിതറി കിടക്കുന്ന കെട്ടിടങ്ങളും അല്പമാത്രമായ സൗകര്യങ്ങളും മുറികളുമൊക്കെയുള്ള ഒരു ഗ്രാമീണ വിദ്യാലയമായിരുന്നു അത്. ആ 6 വയസ്സുകാരന് സ്കൂളെന്ന് പറഞ്ഞാൽ എണ്ണമറ്റ അത്ഭുത ദൃശ്യങ്ങളുടെ ഒരു പ്രദർശനശാലയാണ്. എവിടെയുമുണ്ട് എന്തെങ്കിലുമൊക്കെ നോക്കി നിന്ന് അത്ഭുതം കൂറാൻ. ലബോറട്ടറിയിലെ റിട്ടോട്ടും ടെസ്റ്റ് ട്യൂബും എല്ലാം അവനെ അമ്പരപ്പിച്ചു. അവിടെ പക്ഷേ നെഫ്താലിയെ ആകർഷിച്ചത് മറ്റൊന്നാണ്. ക്ലാസ്സിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ സുന്ദരിയായ കോട്ടിൻ പുഴ കാണാം. അവസരം കിട്ടുമ്പോഴൊക്കെ അവൻ കൂട്ടുകാരെ കൂട്ടി പുഴക്കരയിലേക്ക് പോകും. അവിടെ നിരനിരയായിട്ട് ആപ്പിൾ മരങ്ങളുണ്ട്. നദിയിലേക്ക് ഇറങ്ങി നദീജലത്തിൽ കാല് പൂഴ്ത്തി നിൽക്കുന്നത് അവനൊരു ഹോബിയായിരുന്നു. ടെമുക്കോയിലെ കാലാവസ്ഥ അവിടുത്തെ കാടും മലയും പോലെ തന്നെ ഏറെ നാടകീയമായിരുന്നു. മഞ്ഞുകാലം മുഴുവൻ തണുത്ത മഴ അവിടുത്തെ വീടുകളുടെ മേൽക്കൂരകളിൽ താളം പിടിച്ചുകൊണ്ടിരിക്കും. മഴ എൻ്റെ ബാല്യകാലത്തിലെ അവിസ്മരണീയ സാന്നിധ്യങ്ങളിൽ ഒന്നാണ് എന്ന് നെരൂദ പിന്നീട് തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ എഴുതുന്നുമുണ്ട്. തൻ്റെ മുറിയിലെ ജനാലയിലൂടെ പുറത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നെഫ്താലി പുറത്ത് മരങ്ങളെ പിടിച്ചുലച്ചുകൊണ്ട് ചിലപ്പോൾ അയൽവക്കത്തെ ഏതെങ്കിലുമൊക്കെ വീടിൻ്റെ മേൽക്കൂരയും പറിച്ചെടുത്തുകൊണ്ട് കടന്നു പോകുന്ന കൊടുങ്കാറ്റ് കാണും. ടെമുക്കോയിലെ മഴക്കാടുകളിൽ നെഫ്താലിയെ അത്ഭുതപ്പെടുത്തിയ സസ്യലതാദികളും ജന്തുജാലങ്ങളും നിരവധിയുണ്ടായിരുന്നു. നേരം കിട്ടുമ്പോഴെല്ലാം അവൻ കാട് കയറും. കിളിക്കൂടും മുട്ടകളും എട്ടുകാലികളും ചീവീടുകളും എന്നില്ല, കാട്ടിൽ നിന്ന് കിട്ടുന്നത് എന്തും അവൻ എടുത്തുകൊണ്ട് വീട്ടിൽ വരും. നെഫ്താലിക്ക് കുഞ്ഞു കുഞ്ഞു വസ്തുക്കളോട് അന്നുണ്ടായിരുന്ന അടക്കാനാവാത്ത ജിജ്ഞാസ, കൗതുകം ആയുഷ്കാലം മുഴുവനും അവനെ പിന്തുടർന്നു എന്ന് ഒരു കൂട്ടുകാരൻ പിന്നീട് പറയുന്നുണ്ട്. നെഫ്താലിയുടെ ഡോണാമ്മയ്ക്ക് വലിയൊരു ട്രങ്ക് പെട്ടി ഉണ്ടായിരുന്നു. വല്ലപ്പോഴും കൂടി അതൊന്ന് തുറന്നു കാണുമ്പോൾ അവൻ്റെ കണ്ണുകൾ കൗതുകം കൊണ്ട് വിടരും. ആ കൊച്ചു മനസ്സിനെ സന്തോഷിപ്പിക്കേണ്ടതെല്ലാം അതിനുള്ളിലുണ്ടായിരുന്നു. ഒരു ദിവസം ഈ പെട്ടി അങ്ങനെ തുറന്ന സമയത്ത് അതിലൊരു തത്തമ്മയുടെ പടം അച്ചടിച്ച ഒരു കലണ്ടർ കണ്ട് അവൻ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുന്നു. ഇതെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ അവൻ തലയെ കൂത്തി ആ ട്രങ്ക് പെട്ടിക്കുള്ളിലേക്ക് മറിഞ്ഞു വീഴുന്നു. അതൊരു കൊച്ചു പെട്ടിയൊന്നും അല്ലായിരുന്നു. നോഹയുടെ പെട്ടകത്തിൻ്റെ അത്രയും ഉണ്ടായിരുന്നു എന്ന് നെരൂദ പിന്നീട് എഴുതിയിട്ടുണ്ട്. ഗുരുവിൻ്റെ ഭാവിയെ മുഴുവൻ കരുപ്പിടിപ്പിക്കാനുള്ള ഉപജാപം എവിടെ എങ്ങനെ ഒളിച്ചിരിക്കുമെന്ന് പറയാനാവില്ല. നെഫ്താലിയുടെ കാര്യത്തിൽ കാലത്തിൻ്റെ കുസൃതി ഒളിച്ചിരുന്നത് വീട്ടിലെ ഈ പെട്ടകത്തിനുള്ളിലാണ്. ഒരു ദിവസം അവൻ അതിൽ നിന്ന് ഒരു പുസ്തകം കണ്ടെടുത്തു. അതിൽ നിറയെ കാർഡുകളായിരുന്നു. സുന്ദരന്മാരും സുന്ദരികളുമായ നടീനടന്മാരുടെ ചിത്രങ്ങൾ, കലാഭംഗിയുള്ള ലാൻഡ്സ്കേപ്പുകൾ, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അതെല്ലാം മരിയ തീൽമാൻ എന്നൊരു യുവതിക്ക് ആൽബർട്ടോ എന്നു പേരുള്ള ഒരാൾ അയച്ചതാണ്. കുറേ കാലത്തേക്ക് നെഫ്താലി ഈ പടങ്ങൾ കാണാൻ വേണ്ടിയാണ് അതെടുത്തിരുന്നത്. അക്ഷരം കൂട്ടി വായിക്കാൻ പഠിച്ചപ്പോൾ അവൻ ആദ്യം വായിച്ച സാഹിത്യം ഈ കാർഡുകളിലെ കയ്യെഴുത്താണ്. അതൊക്കെയും നല്ല തകർപ്പൻ പ്രേമലേഖനങ്ങളായിരുന്നു. ചുട്ടുപൊള്ളുന്ന വികാര തീക്ഷ്ണതയോടെ എഴുതപ്പെട്ടത്. ആരായിരിക്കും ഈ മരിയ തീൽമാൻ എന്ന് കുഞ്ഞു നെഫ്താലി അന്ന് ആലോചിച്ച് വശമായിട്ടുണ്ട്. കത്തെഴുതിയ ആൾ എന്തായാലും ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്ന് പ്രേമ പാരവശ്യത്തോടെ തൻ്റെ കാമുകിക്ക് കത്തെഴുതി വിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ കത്തുകളാവണം കഥയുടെയും കവിതയുടെയും ഇടനാഴിയിലേക്ക് ഇറങ്ങാൻ തന്നിൽ ആദ്യത്തെ പ്രേരണ ഉണ്ടാക്കിയത് എന്ന് നെരൂദ ഓർമ്മക്കുറിപ്പിൽ എഴുതുന്നു. മരിയ തീൽമാൻ ആരാണെന്ന് അറിയില്ല എങ്കിലും ആൽബർട്ടോയുടെ കത്തുകൾ വായിച്ച് അറിയാതെ താനും അവരെ പ്രേമിച്ചു പോയി എന്നും അദ്ദേഹം കുറ്റസമ്മതം നടത്തുന്നുണ്ട്. അന്നൊക്കെ സ്കൂളിലെ ലൈബ്രറിയിൽ മണിക്കൂറുകൾ ചെലവിടുമായിരുന്നു നെഫ്താലി. അങ്ങനെയിരിക്കെ പ്രേമക്കിനാവുകളുടെ ആദ്യത്തെ മാരിവില്ല് അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു. അത് പക്ഷേ കൂട്ടുകാരൻ്റെ പ്രണയത്തിൻ്റെ രൂപത്തിലായിരുന്നു എന്ന് മാത്രം. നെഫ്താലിയുടെ സ്കൂളിലെ ഒരു കൂട്ടുകാരൻ കൊല്ലപ്പണിക്കാരൻ്റെ മോൾ ബ്ലാങ്ക വിൽസണുമായി പ്രേമത്തിലാകുന്നു. പ്രേമിച്ചാൽ പിന്നെ കാമുകിക്ക് കത്ത് കൊടുത്തല്ലേ മതിയാവൂ. നല്ല നല്ല പ്രേമലേഖനങ്ങൾ എഴുതി കൊടുക്കണമെന്നൊക്കെ അവനുണ്ടായിരുന്നുവെങ്കിലും അവന് എഴുത്തു വശമില്ലായിരുന്നു. അതിനുള്ള നിയോഗം ഉണ്ടാവുന്നത് സ്നേഹിതനായിട്ടുള്ള നെഫ്താലിക്കാണ്. പ്രേമമെല്ലാം സതീർത്ഥ്യൻ്റേത്, എഴുത്തു മാത്രം നെഫ്താലിയുടെ. അതങ്ങനെ കുറേ കാലം പോയി. പക്ഷേ ബ്ലാങ്ക ഒരു ദിവസം അത് കണ്ടുപിടിച്ചു. എഴുത്തുകാരനെ നേരിൽ സന്ധിച്ചു. അതോടെ അന്നോളം കിട്ടിയ പ്രേമലേഖനങ്ങളുടെ എല്ലാം ഉടയോൻ നെഫ്താലിയാണ് എന്ന് ബ്ലാങ്കയ്ക്ക് മനസ്സിലായി. അതറിഞ്ഞിട്ടും പക്ഷേ അവൾക്ക് ഒരു കുലുക്കവും ഉണ്ടായില്ല എന്ന് മാത്രം. സന്തോഷത്തോടെ അവളൊരു മാതളപ്പഴം അവന് കൊടുത്തു. പ്രേമലേഖനങ്ങൾ എഴുതുന്നത് പിന്നീടൊരു മുഖ്യ പരിപാടിയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ലേഖനം ഒന്നിന് ഒരു മാതളപ്പഴം വെച്ച് ബ്ലാങ്ക പ്രതിഫലവും നൽകി. ഹൃദയത്തെ നെടുകെ മുറിച്ചു വെച്ച ഈ പ്രണയലേഖനങ്ങളായിരുന്നിരിക്കും ഒരുപക്ഷെ പിൽക്കാലത്തെ പാബ്ലോ നെരൂദ എന്ന വിശ്വസാഹിത്യകാരൻ്റെ ആദ്യത്തെ സാഹിത്യ സൃഷ്ടികൾ.
ഈ സ്കൂൾ പഠനകാലത്ത് തന്നെ കവിക്ക് പല വിചിത്ര അനുഭവങ്ങളും ഉണ്ടാവുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒന്ന് അദ്ദേഹം തൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകത്തിൽ എടുത്തെഴുതുന്നത് ഇങ്ങനെയാണ്. നെഫ്താലിയുടെ വീടിന് മുന്നിലുള്ള വീട്ടിൽ 2 പെൺകുട്ടികളുണ്ടായിരുന്നു. അവർക്ക് അവനെ വലിയ ഇഷ്ടവുമായിരുന്നു. ഓരോ തവണ അവരുമായിട്ട് കണ്ണിടയുമ്പോഴും നെഫ്താലി വിരളാവിവശനാകും. മുഖം ചെമ്പരത്തി പൂ പോലെ ചുവന്നു പോകും. ഏതോ യക്ഷിവർഗത്തിൽപ്പെട്ട, ചിലപ്പോൾ പിടിച്ചു വിഴുങ്ങിയേക്കാവുന്ന ജാതികളെന്ന് നെഫ്താലിക്ക് തോന്നി. എന്തായാലും കഴിവതും അവരുടെ മുഖത്ത് നോക്കാതെ കഴിച്ചുകൂട്ടാൻ അവൻ പരമാവധി ശ്രദ്ധിച്ചു. ഒരു ദിവസം അവൻ്റെ ഈ ബലഹീനത അറിഞ്ഞു വെച്ചുകൊണ്ടാവണം അവർ എന്തോ ഒന്ന് അവന് നേരെ വെച്ച് നീട്ടി. ഇത്തവണ എന്തുകൊണ്ടോ അവന് സ്വയം നിയന്ത്രിക്കാനായില്ല. സങ്കോചത്തോടെ ഓരോ ചൂടും നീക്കിവെച്ച് അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു. അവർ വെച്ച് നീട്ടിയത് ഒരു പക്ഷിക്കൂടാണ്. പായലും പക്ഷിത്തൂവലുമൊക്കെ കൂട്ടിത്തുന്നിയ അതിമനോഹരമായ ഒരു കൂട്. അടുത്തുനിന്ന് നോക്കിയപ്പോൾ അവൻ ആശ്ചര്യപ്പെട്ടു പോയി. ആ കൂട്ടിൽ മുട്ടയുണ്ടായിരുന്നു, ഗോലികൾ പോലെയുള്ള നീലമുട്ടകൾ. അവൻ അതിനുവേണ്ടി കൈ നീട്ടിയപ്പോൾ അതിലൊരു പെണ്ണ് പറഞ്ഞു, നിനക്ക് തരാം, അതിനു മുമ്പ് ഞങ്ങൾക്ക് നിന്നെ ഒന്ന് പരിശോധിക്കണം. അവരുടെ വിരലുകൾ വസ്ത്രത്തിനടിയിലേക്ക് നീണ്ടപ്പോൾ നെഫ്താലി ഭയന്നുപോയി. അവൻ ആവുന്നത്ര വേഗത്തിലോടി. നേരത്തെ അവനെ അത്ഭുതപ്പെടുത്തിയ ആ പക്ഷിക്കൂട് തലയ്ക്ക് മുകളിൽ പിടിച്ചുകൊണ്ട് ഈ അപ്സരസുകളും പിന്നാലെ കൂടി. ഒടുവിൽ ഒരു ഇടവഴിയിൽ വെച്ച് അവരവനെ വട്ടം പിടിച്ചു. അവർ അവൻ്റെ ട്രൗസർ വലിച്ചൂരിയതും പെട്ടെന്ന് ആരോ ആ ഇടവഴിയിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു കാലൊച്ച കേട്ടു. അത് അവൻ്റെ അച്ഛനാണ്. എന്തായാലും ആളെ കണ്ടതും യക്ഷികൾ പിന്തിരിഞ്ഞോടി. നല്ല ഓമനത്വമുള്ള ആ നീലമുട്ടകളൊക്കെയും പിടിവലിക്കിടെ പൊട്ടിയും പോയി. ആ ചെറിയ യുദ്ധത്തിൽ പങ്കാളികളായ ഞാനും പെൺകുട്ടികളും ഒരുപോലെ ദുഃഖിതരായി എന്നാണ് പിന്നീട് ഈ അനുഭവത്തെക്കുറിച്ച് നെരൂദ ഓർത്തെടുത്തിട്ടുള്ളത്. ടെമുക്കോയിലെ ഉഷ്ണം അസഹ്യമായ ഒരു വേനൽക്കാലത്ത് നെഫ്താലിയുടെ കുടുംബം കെട്ടും കിടക്കയും എടുത്ത് ഒരു മാസത്തേക്ക് കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്യൂട്ടോ സാവേദ്രയിലുള്ള കുടുംബ സുഹൃത്തുക്കൾക്കൊപ്പം കഴിയാൻ പോയി. ആദ്യമായി കടൽ കണ്ടപ്പോൾ എന്തുകൊണ്ടോ അവൻ വല്ലാതെ വികാരാധീനനായിപ്പോയി. ഈ അവധിക്കാല യാത്രയ്ക്കിടയിലാണ് നെഫ്താലി കുതിര സവാരി പരിശീലിക്കുന്നത്. കുതിരപ്പുറത്ത് ജീനി വെച്ച് കെട്ടുക, ബാറുകൾ ശരിയാക്കുക, ഓടിക്കുന്ന സമയത്ത് കുതിരയുടെ വേഗം കൂട്ടാനുള്ള ചെരുപ്പിലെ കൂർത്ത മുള്ളുകൾ സമർത്ഥമായി ഉപയോഗിക്കുക, ഇതൊക്കെയും അവൻ പഠിച്ചെടുത്തു. കുതിരസവാരിക്കൊപ്പം അവൻ്റെ ലോകവും വളർന്നു വന്നു. അതിൻ്റെ അതിർത്തികൾ വിശാലമായി. കുതിരപ്പുറത്തേറി കടലോരത്തു കൂടി നിർത്താതെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ആത്മാവിൽ അവർണ്ണനീയമായൊരു ആനന്ദം വന്നു നിറയാൻ തുടങ്ങി. കുന്നുകൾ കയറി മറിഞ്ഞു പോവുക, വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന നിരത്തുകളിലൂടെ കാണാമറയത്തേക്ക് കുതിരയെ ഓടിച്ചു പോവുക, അതിനിടയിലുള്ള വന്യഭൂമികളിൽ കുതിരയെ അതിൻ്റെ പാട്ടിനു വിട്ട് ഏതെങ്കിലും ഒരു മരച്ചുവട്ടിൽ ചെന്ന് ഒന്നും ആലോചിക്കാതെ ഇരിക്കുക, അവിടെ നിറഞ്ഞു നിൽക്കുന്ന നിശബ്ദതയെ പ്രാണവായുവിനെ പോലെ ഹൃദ്യമായി കരുതി ഉള്ളിലേക്ക് സ്വീകരിക്കുക, കിളികളുടെ പാട്ട് കേൾക്കുമ്പോൾ കാതുകുറിപ്പിച്ച് അതിൻ്റെ മാധുര്യം നുണഞ്ഞിറക്കുക, മരങ്ങളിൽ നിന്ന് മഞ്ഞു പൊഴിയും പോലെ പൂക്കൾ അടർന്നു വീഴുമ്പോൾ വിടർന്ന കണ്ണുകളോടെ അത് നോക്കി നിൽക്കുക, ഇതൊക്കെയും നെഫ്താലിയെ വല്ലാതെ ആഹ്ലാദിപ്പിച്ചു. അനാദൃശമായൊരു ലോകത്തിലേക്ക് അവൻ പതിയെ നീങ്ങുകയായിരുന്നു, കവിത ജനിക്കുന്ന ലോകത്തിലേക്ക്. തൻ്റെ 10ാം വയസ്സിൽ നെഫ്താലിക്ക് ഒരു വെളിപാടുണ്ടാവുന്നു. കവിത എഴുതണം, 4 ആൾ അറിയുന്ന ഒരു കവിയാകണം. അച്ഛനോട് പറഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം അതിന് സമ്മതം തരില്ല എന്ന് അവൻ അറിയാമായിരുന്നു. എന്നാൽ അതേസമയം താൻ എഴുതുന്നത് ലക്ഷണമൊത്ത കവിതയാണോ എന്നൊന്നും അവന് നിശ്ചയമില്ല. പ്രകൃതിയോടുള്ള ഇഷ്ടം, കാട് കാണുമ്പോൾ ഉള്ളിലുദിക്കുന്ന കൗതുകം, ഇതൊക്കെയാണ് അവനെ എഴുതാൻ പ്രേരിപ്പിച്ചത്. ആദ്യത്തെ കവിത എഴുതിയ അനുഭവം നെരൂദ തൻ്റെ ആത്മകഥയിൽ ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്. കാണുന്നവരൊക്കെ ചോദിക്കും, നീ എന്നാണ് ആദ്യത്തെ കവിത എഴുതിയത്? കവിത എന്നിൽ എപ്പോഴാണ് ജനിച്ചത് എന്നാണ് അവർക്കറിയേണ്ടത്. അപ്പോൾ ഞാൻ ഇരുന്ന് ആലോചിക്കും. ഞാൻ എൻ്റെ ഓർമ്മയിലൂടെ ബഹുദൂരം പിന്നിലേക്ക് നടക്കും. നടന്ന് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെത്തും. അതായത് അക്ഷരം കൂട്ടി വായിക്കാൻ കഴിയുന്നതിനും പിന്നിലേക്ക്. ആ നാളുകളിൽ ഒരു ദിവസം ഞാൻ ഉന്മത്തനായതുപോലെ വികാരം കൊണ്ട് വിവശനായി. അന്ന് ചുണ്ടുകളിൽ നിന്ന് കുറേ വാക്കുകൾ ഉതിർന്നു വീണു. ആ വാക്കുകൾ ഞാൻ ബോധപൂർവം ഉച്ചരിച്ചവയല്ല. സാധാരണ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ പോലെ ആയിരുന്നുമില്ലാതെ എന്തൊക്കെയോ പുതിയ വാക്കുകൾ. അതിലെല്ലാം ആകാംക്ഷ നിറഞ്ഞു നിന്നിരുന്നു. മുമ്പൊരിക്കലും ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വികാരമാണത്. ഒരുമാതിരി ഹൃദയകാലുഷ്യം, ഒപ്പം ദുഃഖവും പാരവശ്യവും. അത് എൻ്റെ ആദ്യത്തെ കവിതയായിരുന്നു. എൻ്റെ അമ്മയ്ക്കായി ഞാൻ ചൊല്ലിയ കവിത. അതായത് നേരിട്ട് എനിക്കറിയാമായിരുന്ന എൻ്റെ അമ്മയ്ക്ക്, കുട്ടിക്കാലത്ത് ഒരു ദേവതയെപ്പോലെ എനിക്ക് സംരക്ഷണം നൽകിയിരുന്ന എൻ്റെ വളർത്തമ്മയ്ക്ക് വേണ്ടിയായിരുന്നു എൻ്റെ ആദ്യത്തെ കവിത. ഞാൻ എൻ്റെ ഈ കന്നി കവിതയും കയ്യിലെടുത്ത് അച്ഛനമ്മമാരിരിക്കുന്ന മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവർ അടക്കിയ സ്വരത്തിൽ എന്തോ ഗൗരവമായ വിഷയം ചർച്ച ചെയ്യുന്ന തിരക്കിലാണ്. എൻ്റെ കവിത ഒരു കടലാസിലേക്ക് കുനുകുന കൈയക്ഷരത്തിൽ പകർത്തി വെച്ചത് ഞാൻ വലിയ കാര്യത്തിൽ അന്ന് അച്ഛനെ കാണിക്കുന്നു. അച്ഛൻ ആ കടലാസ് കയ്യിലെടുത്ത് അതിലേക്കൊന്ന് കണ്ണോടിച്ചുകൊണ്ട് നിനക്കിത് എവിടെ നിന്ന് കിട്ടിയെന്ന് അശ്രദ്ധമായി എന്നോട് ചോദിച്ച് വീണ്ടും അമ്മയോട് എന്തോ ഗൗരവമുള്ള കാര്യം പറഞ്ഞു. അങ്ങനെയായിരുന്നു എൻ്റെ ആദ്യത്തെ കവിത പിറന്നു വന്നത് എന്ന് ഞാൻ ഇന്ന് ഓർമ്മിക്കുന്നു. അതിന് ലഭിച്ച സാഹിത്യ നിരൂപണം അതെത്ര ലജ്ജാവഹമാണ് എന്നാണ് നെരൂദയുടെ ഓർമ്മക്കുറിപ്പിലെ വരികൾ. നെഫ്താലിക്ക് 13 വയസ്സുള്ളപ്പോൾ ആദ്യമായി അവൻ്റെ ഒരു വർക്ക് അച്ചടി മഷി പുരളുന്നു.
എൻത്യൂസിയാസം ആൻഡ് പെർസിവിയറൻസ് എന്ന ശീർഷകത്തിൽ അവൻ എഴുതിയ ലേഖനം ലാ മനാന എന്ന പത്രത്തിൽ പ്രസിദ്ധപ്പെടുത്തി വന്നപ്പോൾ എഴുത്തുകാരൻ്റെ പേര് നെഫ്താലി റയസ് എന്നായിരുന്നു. 1919 നെഫ്താലിക്ക് 15 വയസ്സ് കഴിഞ്ഞ സമയത്ത് ചുമക്കയിൽ അസാധാരണയായ ഒരു സ്ത്രീ വരുന്നു. പരന്ന ഷൂസും നീണ്ട വസ്ത്രങ്ങളുമുള്ള നല്ല കിളരമുള്ളൊരു സ്ത്രീ. അവിടുത്തെ പള്ളിക്കൂടത്തിൻ്റെ പ്രധാന അധ്യാപികയാണ്. തെക്കൻ പട്ടണങ്ങളിൽ നിന്ന് മഞ്ഞു വീഴുന്ന നാഗല്ല പ്രദേശത്തു നിന്ന് വന്നതാണ്. പേര് ഗബ്രിയേല മിസ്ട്രാൾ. തറയിൽ കിടന്നെഴിയുന്ന വസ്ത്രവും വലിച്ചു പിടിച്ചുകൊണ്ട് അവർ തെരുവിലൂടെ നടക്കുന്നത് കുഞ്ഞു നെഫ്താലി ഉദ്യോഗത്തോടെ നോക്കി നിന്നിരുന്നു. വീട്ടുകാർ ഒരിക്കൽ അവനെയും കൂട്ടി അവരെ കാണാൻ പോയി. അത്രയും നാൾ ഭയത്തോടെ കണ്ടയാൾ വളരെ സൗമ്യമായിട്ട് പെരുമാറിയപ്പോൾ അവന് അവരോട് ആദരവ് തോന്നി. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. അവനെപ്പോലെ ഒരു കൊച്ചു കുഞ്ഞിന് പ്രൗഢയായിട്ടുള്ളൊരു മധ്യവയസ്കയോട് അങ്ങനെ കൂട്ടുകൂടാനാവില്ലല്ലോ. പോരെങ്കിൽ നെഫ്താലിക്ക് നാണവും വരുന്നുണ്ട്. 3-4 പ്രാവശ്യമേ അവൻ അവരെ അടുത്ത് എന്ന് കാണാൻ സാധിച്ചിട്ടുള്ളൂ. ചെല്ലുമ്പോഴൊക്കെയും അവർ അവന് പുസ്തകങ്ങൾ സമ്മാനമായി കൊടുക്കും. മിക്കതും റഷ്യൻ നോവലുകൾ. ലോക സാഹിത്യത്തിൽ റഷ്യൻ നോവലുകളെക്കാൾ മികച്ചതായി വേറൊന്നുമില്ല എന്നായിരുന്നു അവരുടെ അഭിപ്രായം. അങ്ങനെ ഗബ്രിയേല മിസ്ട്രാളിലൂടെ നെഫ്താലി വിശ്വസാഹിത്യത്തെ പരിചയിക്കുന്നു. ഈ ഗബ്രിയേല മിസ്ട്രാൾ സത്യത്തിൽ ലോകപ്രസിദ്ധയായ ഒരു കവി കൂടിയായിരുന്നു. 1945 സൊനെറ്റോസ് ഡെ ലാ മുയർട്ടെ എന്ന അവരുടെ കൃതിക്ക് അക്കാലത്തെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടുമ്പോൾ ആ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ലാറ്റിൻ അമേരിക്കനായി അവർ മാറുന്നു. നെരൂദ തൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ സാഹിത്യവുമായി തന്നെ ബന്ധിപ്പിച്ചതിനുള്ള ക്രെഡിറ്റ് കൊടുക്കുന്നത് ഈ ഗബ്രിയേല മിസ്ട്രാളിനാണ്. അവരുടെ നിർദ്ദേശപ്രകാരം അന്ന് അവൻ വായിച്ച കൃതികളിൽ ടോൾസ്റ്റോയുടെയും ദസ്തേവസ്കിയുടെയും നോവലുകൾ, റെംബോഡ്, ബോഡ്ലെയർ എന്നിവയുടെ കവിതകൾ, ജൂൾസ് വേൺ എഴുതിയ സാഹസിക കഥകൾ, അതുപോലെ മിഗുവൽ ഡി സെർവാൻറ്റസിൻ്റെ സ്പാനിഷ് ക്ലാസിക് കൃതിയായ ഡോൺ ക്വിഹോത്തെ എന്നിങ്ങനെ പലതും ഉണ്ടായിരുന്നു. ഈ പുസ്തകങ്ങളിലൂടെ അവൻ യഥേഷ്ടം ലോകസഞ്ചാരം നടത്തി, കാണാമറയത്തുള്ള അത്ഭുതങ്ങളെ കണ്ടെത്തി. എനിക്ക് മുന്നിൽ അന്ന് തുറന്നു കിട്ടിയത് വിവേകത്തിൻ്റെ അന്തമില്ലാത്ത ഒരു നീരുറവയാണ്. ആ ദിവസങ്ങളിൽ തീനും കുടിയും മറന്ന് ഞാൻ വായനയിൽ മുഴുകിയെന്ന് പിന്നീട് നെരൂദ ഈ ദിവസങ്ങളെക്കുറിച്ച് എഴുതി. 1920 പകുതിയോടെ പാബ്ലോ നെരൂദ എന്ന തൂലികാനാമം സ്വീകരിക്കുമ്പോഴേക്കും അവൻ കവിതയും ലേഖനങ്ങളും ഗദ്യവും എല്ലാം എഴുതി പേരെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തൻ്റെ കവിത എഴുത്തിനെക്കുറിച്ച് അച്ഛൻ അറിയാതെ ഇരിക്കാൻ വേണ്ടി കൂടി ആയിരുന്നു ഇങ്ങനെയൊരു നീക്കം. എന്തായാലും അതോടെ നെഫ്താലി എന്ന പേര് അസ്തമിച്ചു. പാബ്ലോ നെരൂദ എന്ന പേര് മാത്രം ബാക്കിയായി. ഏതോ മാസികയിൽ കണ്ട ചെക്ക് കവി യാൻ നെരൂദയുടെ പേരിൽ നിന്നാണ് താൻ നെരൂദ എന്ന തൂലികാനാമം കടമെടുത്തത് എന്ന് പിൽക്കാലത്ത് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ പോൾ എന്നതിൻ്റെ സ്പാനിഷ് ഇക്വലൻ്റ് ആയിട്ടുള്ള പാബ്ലോ എന്ന പ്രിഫിക്സ് എന്തിനാണ് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തത് എന്നതിൻ്റെ കാരണം മാത്രം എവിടെയും അദ്ദേഹം പറയുന്നില്ല. കൗമാരകാലത്തൊരിക്കൽ പാബ്ലോയെ ആരോ ഗോതമ്പ് മെതിക്കാൻ ഒരിടത്തേക്ക് ക്ഷണിച്ചു. പഴയ രീതിയിൽ പെൺകുതിരകളെ കൊണ്ട് ചവിട്ടിച്ച് മെതിക്കാനുള്ള ഒരു പദ്ധതിയാണ്. പോകേണ്ട ഹെർണാണ്ടസ് ക്യാമ്പ് വളരെ ദൂരെയാണ്. പട്ടണത്തിൽ നിന്ന് കുറേയധികം മലമുകളിലേക്ക് പോകണം. തനിയെ അവിടെ പോകുന്നതിൽ ഒരു സാഹസികതയുണ്ട്. എത്തിച്ചേരേണ്ട സ്ഥലത്തെക്കുറിച്ച് വലിയ നിശ്ചയമൊന്നുമില്ല. എന്നാലും എന്തോ ഒരു രസം തോന്നി പാബ്ലോ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് പിടിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു. വഴിയൊരു പക്ഷേ തെറ്റിപ്പോകുമായിരിക്കും, എന്നാലും ആരോടെങ്കിലും ചോദിച്ച് കണ്ടുപിടിച്ച് പോകാവുന്നതേ ഉള്ളൂ എന്ന് അവൻ മനസ്സിൽ കരുതി. പോകുന്ന വഴിക്ക് വൈതരണികൾ പലതുമുണ്ട്, പാറക്കൂട്ടങ്ങളും കുറ്റിക്കാടുകളും അങ്ങനെ പലതുമുണ്ട് കടക്കാൻ. അങ്ങനെ പോയി ഒടുവിൽ രാത്രിയായി. അവന് വഴി തെറ്റിപ്പോയി എന്ന് പോലും തോന്നി. അത്രയും നാൾ അവനെ ആനന്ദിപ്പിച്ചിരുന്ന വനവും ഇരുട്ടുമെല്ലാം പെട്ടെന്ന് ഭീകര സ്വപ്നങ്ങളായി മാറി. ഭയം കൊണ്ട് അവൻ്റെ ഉള്ളു വിറയ്ക്കാൻ തുടങ്ങി. വഴിയിൽ കണ്ടുമുട്ടിയ മറ്റൊരു ഏകാന്ത പതികൻ്റെ വാക്കുകേട്ട് തടിക്കച്ചവടക്കാരായ 3 ഫ്രഞ്ച് സ്ത്രീകൾ താമസിക്കുന്ന 2 നില വീട്ടിൽ എത്തിച്ചേർന്നതിൻ്റെ കഥ പിൽക്കാലത്ത് തൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകത്തിൽ നെരൂദ എഴുതുന്നുണ്ട്. അന്ന് രാത്രി അവിടെ തങ്ങിയ ശേഷം അടുത്ത ദിവസം ഉച്ചയാവുന്നതിന് മുമ്പ് നെരൂദ ഹെർണാണ്ടസ് ക്യാമ്പിൽ എത്തിച്ചേരുന്നു. അപ്പോൾ അയാൾ തികച്ചും ഉന്മേഷവാനായിരുന്നു. തലേന്ന് രാത്രിയിൽ കിട്ടിയ നല്ല ഉറക്കത്തിനു മുമ്പ് കഴിച്ച ഹൃദ്യവും പഥ്യവുമായിട്ടുള്ള ആഹാരം, പ്രഭാതത്തിൽ നടത്തിയ കുതിര സവാരി, ഇതെല്ലാം കൊണ്ട് അയാളുടെ ഉള്ളുണർന്ന് സന്തോഷിച്ചിരുന്നു. ഗോതമ്പ്, ബാർലി, ഓട്സ് ഇതൊക്കെയും പെൺകുതിരകളെ കൊണ്ട് ചവിട്ടി മെതിപ്പിക്കുന്നതായിരുന്നു അന്നും ഹെർണാണ്ടസ് ക്യാമ്പിൽ ഉണ്ടായിരുന്ന സമ്പ്രദായം. കതിർമണികൾ നിറഞ്ഞ കറ്റയുടെ മുകളിലൂടെ അവസാനമില്ലാതെ ചുറ്റി ഓടുന്ന പെൺകുതിരകൾ, അവയെ ചൊടിയോടെ കറ്റമെതയ്ക്കാൻ ഒച്ചയെടുക്കുന്ന കുതിരക്കാർ, ആകെ ബഹളമയമാണ്. പകൽ മുഴുവൻ എല്ലുമുറിയ പണിയാണ്. രാത്രിയായാൽ തീയിൽ വെച്ച് ചുട്ടെടുത്ത കാളയിറച്ചിയും ചുവന്ന വീഞ്ഞും കിട്ടും. അതിനുമേൽ ഗിത്താർ സംഗീതമുണ്ടാകും. രാത്രിയായാൽ കിടന്നുറങ്ങാൻ വീടോ കിടക്കയോ ഒന്നും അന്വേഷിക്കേണ്ടി വരില്ല. അത്രയ്ക്ക് തളർന്നിട്ടുണ്ടാകും മെയ്യ്. പാടത്ത് വൈക്കോൽ ധാരാളമുണ്ട്. വാരി നിരത്തി കിടക്ക പോലെയാക്കി അവരവർക്ക് ഇഷ്ടമുള്ള ശയ്യാതൽപ്പങ്ങൾ ഉണ്ടാക്കാം. കൂട്ടത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ അവിടെ കിടന്ന പലകകളെടുത്ത് അവരുടെ കിടക്കകൾക്ക് മറയുണ്ടാക്കി ഉറങ്ങാൻ തുടങ്ങും. ഭാര്യമാരില്ലാത്ത പുരുഷന്മാരെല്ലാവരും കൂടി കറ്റ മെതിക്കാൻ ഉപയോഗിച്ച സ്ഥലം തന്നെ ഉറങ്ങാൻ തിരഞ്ഞെടുത്തു.
ആകാശം മുട്ടെ കൂട്ടിയിട്ടിരിക്കുന്ന വൈക്കോൽ ഇഷ്ടം പോലെ വലിച്ച് കിടക്കുകളാക്കിയാൽ ഒരു ഗ്രാമത്തിലുള്ളവർക്ക് മൊത്തം വേണമെങ്കിൽ ഉറങ്ങാം. അത്രമേൽ നനുത്തതാണ് സ്വർണ്ണ നിറത്തിലുള്ള ആ വൈക്കോൽ. എന്തായാലും നെരൂദ തൻ്റെ ഷൂസ് രണ്ടും അഴിച്ച് ചേർത്ത് വെച്ച് അതിനുമേൽ വൈക്കോൽ നിരത്തി ഒരു തലയണ ഉണ്ടാക്കി. ഉടുത്തിരുന്ന തുണിയെല്ലാം അഴിച്ചു മാറ്റി അവനവനെ അതിൽ പൊതിഞ്ഞു. വലിയൊരു വൈക്കോൽ തുറു വലിച്ചെടുത്ത് മുകളിലിട്ടു. അതിന് കീഴിൽ ഭദ്രമായി കിടക്കാൻ ശ്രമിച്ചു. ഒന്നുറക്കം പിടിച്ചപ്പോഴേക്കും അപരിചിതമായ ഒരു ശരീരം വൈക്കോലിൽ പൊതിഞ്ഞ് അടുത്തടുത്ത് വരുന്നത് പോലെ നെരൂദയ്ക്ക് തോന്നി. പാതി ഉറക്കത്തിൽ പാബ്ലോയെ വല്ലാത്തൊരു ഭയം വന്ന് പൂണ്ടടക്കം പിടികൂടി. എന്നാൽ അതൊരു സ്ത്രീയുടെ കൈയായിരുന്നു. അത് അയാളുടെ മുഖത്തേക്ക് നീങ്ങി പുരുകവും കണ്ണുകളും ചുണ്ടുകളും മൂക്കുമെല്ലാം കരുതലോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഭീതി എന്നത് അവാച്യമായൊരു ആനന്ദ അനുഭൂതിക്ക് വഴിമാറുന്നു. പല ഭാഗത്തായി പല പുരുഷന്മാരും കിടന്നുറങ്ങുന്ന ആ കണ്ടത്തിൽ രാത്രിയിൽ ഇരുളിൻ്റെ മാത്രം മറയിൽ ഉറങ്ങാൻ കിടന്ന ആ വൈക്കോൽ മെത്തയിൽ വെച്ച് നെരൂദ തൻ്റെ ജീവിതത്തിൽ ആദ്യമായി അന്ന് അപരിചിതയായ ഒരു സ്ത്രീയുമായി ഇണചേർന്നു. രാത്രി ഏറെ വൈകി എപ്പോഴോ അയാൾ ഉറങ്ങിപ്പോയി. പുലർച്ചെ കണ്ണുമിഴിഞ്ഞ നേരം വൈക്കോലിനടിയിലൂടെ അജ്ഞാത സുഹൃത്തിനെ പരതിയപ്പോൾ അടുത്ത് ആരുമില്ല. ഇളകി കാറ്റിൽ പറക്കുന്ന വൈക്കോൽ മാത്രം. നേരം വെളുക്കാറായിട്ടേ ഉള്ളൂ. പകൽ വരുന്നു എന്ന് പറയും പോലെ ഒരു പക്ഷി ഉണർത്തുപാട്ട് പാടുന്നുണ്ട്. അത് കേട്ട് സ്ത്രീകളും പുരുഷന്മാരും ഉണർന്നെഴുന്നേറ്റ് കണ്ണും ഞെരടി ചുറ്റും നടക്കുന്നുണ്ട്. വേഗം തന്നെ ഉന്മേഷത്തോടെ അവർ അവരുടെ ദിനകർമ്മങ്ങളിലേക്ക് കടക്കുന്നു. അടുത്ത പകലിൽ അവിടെ കറ്റമെതിക്കുന്ന സ്ത്രീകളിലെല്ലാം നെരൂദ തലേന്ന് രാത്രിയിലെ തൻ്റെ രഹസ്യ കാമുകിയെ തിരഞ്ഞുവെങ്കിലും വിരലുകളുടെ ഓർമ്മ കണ്ണുകൾക്ക് അവയുടെ രഹസ്യം കൈമാറിയില്ല. കൗമാരത്തിൻ്റെ പിടപെടുപ്പിൽ നെരൂദയുടെ നെഞ്ചിലേക്ക് ഒരു പിടി കനൽ വാരിയിട്ട് അയാളുടെ ആത്മാവിൻ്റെ ആഴത്തിൽ എവിടെയോ ഒരിത്തിരി തേനിൻ്റെ മാധുര്യം നിറച്ച ആ അജ്ഞാത കാമുകിയെ പിന്നീട് ഒരിക്കലും അയാൾക്ക് കണ്ടു കിട്ടിയതുമില്ല. സാന്റിയാഗോയിലെ പെഡഗോഗിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാൻ മകൻ തയ്യാറാണെങ്കിൽ അതിനുവേണ്ട ചെലവുകൾ വഹിക്കാമെന്ന് ഒരു ഓഫർ അതിനിടയ്ക്ക് അച്ഛൻ ഹോസെ ഡെൽ കാമൻ മുന്നോട്ട് വച്ചിരുന്നു. കവിത എന്നും പറഞ്ഞ് നേരം കൊല്ലുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബഹുമാനമുള്ളൊരു കരിയറാണ് അധ്യാപനം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ധാരണ. എന്നാൽ പിന്നെ ഫ്രഞ്ച് പഠിച്ച ഒരു അധ്യാപകനായേക്കാമെന്ന് മകനും കരുതി. അങ്ങനെ 16-ാം വയസ്സിൽ അത്രയും കാലം കഴിഞ്ഞുകൂടിയ എന്തുകൊണ്ടും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ടെമൂക്ക പട്ടണം വിട്ട് ഒരു നൈറ്റ് ട്രെയിൻ പിടിച്ച് അയാൾ സാന്റിയാഗോ നഗരത്തിൻ്റെ തിരക്കുകളിലേക്ക് പുറപ്പെട്ടു. സാന്റിയാഗോയിലേക്ക് യാത്ര പോകാൻ വേണ്ടി നെരൂദ എവിടെ നിന്നോ ഒരു ഇരുമ്പിൻ്റെ ട്രങ്ക് പെട്ടി സംഘടിപ്പിച്ചിരുന്നു. ഒരു കവി അവൻ്റെ അന്തസ്സിനെ പരിപാലിക്കണം, കറുത്ത സൂട്ടിട്ട് നടക്കണം, ഇതൊക്കെ ആയിരുന്നു അന്നത്തെ സങ്കല്പം. അതിനുവേണ്ടി പണം സുരുക്കൂട്ടി വാങ്ങിവെച്ച കറുത്ത സ്യൂട്ട് ട്രങ്ക് പെട്ടിയിൽ ഭദ്രമായി മടക്കി വെച്ചു. അവശേഷിക്കുന്ന പണം കൊണ്ട് രാത്രി തീവണ്ടിക്ക് 3-ാം ക്ലാസ് ടിക്കറ്റും വാങ്ങി നെരൂദ സാന്റിയാഗോ നഗരം ലക്ഷ്യമിട്ടുള്ള തൻ്റെ യാത്ര ആരംഭിച്ചു. പലതരത്തിലുള്ള നാട്ടിൻപുറങ്ങൾ താണ്ടിയുള്ള നീണ്ട യാത്രയാണ്. പോകുന്ന വഴിയിൽ കൃഷിവലന്മാരുടെ കുടിലുകൾ, തലയുയർത്തി നിൽക്കുന്ന ഓക്കുമരങ്ങളും പോപ്ലാറുകളും അങ്ങനെ പലജാതി ഭൂപ്രകൃതികൾ കണ്ട് കവി ഒടുവിൽ തലസ്ഥാന നഗരിയിലെത്തി. തൻ്റെ സാഹിത്യ ജീവിതത്തിൻ്റെ പിറവിയെക്കുറിച്ച് പോയട്രി എന്ന കവിതയിലെ അതിമനോഹരമായ വരികളിൽ നെരൂദ തന്നെ കുറിച്ചിടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് കവിത എന്നെ തിരഞ്ഞെത്തിയത്. ചുറ്റിനും ചൂഴ്ന്നു നിന്നിരുന്ന മഞ്ഞിൽ നിന്നോ അതോ ചുരമാന്തി ഒഴുകിക്കൊണ്ടിരുന്ന പുഴയിൽ നിന്നോ എവിടെ നിന്നാണ് അത് വന്നു കയറിയത് എന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്ങനെ എപ്പോഴെന്നും എനിക്കറിയില്ല. എൻ്റെ തലച്ചോറിലെ ഒച്ചകളല്ലായിരുന്നു അത്, വാക്കുകളോ മൗനങ്ങളോ അല്ല. പക്ഷേ ഏതോ തെരുവിൽ നിന്ന്, രാവിൻ്റെ ശിഖരങ്ങളിൽ നിന്ന് അതെന്നെ മാടി വിളിച്ചു. നിസ്സാരനായ ഞാൻ, നക്ഷത്രാങ്കിതമായ ശൂന്യതയിൽ മത്തുപിടിച്ചു നടന്നിരുന്ന ഈ ഞാൻ ആ പാതാളത്തിലേക്ക് ചുഴറ്റിയെറിയപ്പെട്ടു. ഞാൻ നക്ഷത്രങ്ങൾക്കൊപ്പം ഉഴറി നടന്നു. എൻ്റെ ഭഗ്നഹൃദയം കാറ്റിൽ പാറിപ്പറന്നു. ടെമൂക്ക പട്ടണത്തിൽ നിന്ന് പഠനാർത്ഥം സാന്റിയാഗോ നഗരത്തിലേക്ക് എത്തിപ്പെട്ടപ്പോൾ നെരൂദയ്ക്കുണ്ടായ ഒരു വലിയ മാറ്റം അച്ഛൻ്റെ നോട്ടക്കീഴിൽ നിന്ന് മാറി നിൽക്കാനായി എന്നുള്ളതാണ്. ഇഷ്ടമുള്ളപ്പോൾ എഴുത്തോ വായനയോ എന്തു വേണമെങ്കിലും ആവാം. ആരും ചോദിക്കാനില്ല, ആരും ഉപദേശിക്കാനും ജഡ്ജ് ചെയ്യാനും വരില്ല. കവിതയുടെ ആകാശത്ത് ഒരു പറവയെപ്പോലെ സ്വച്ഛന്തമായിട്ട് വിഹരിക്കാം. 1921 മാർച്ചിൽ നെരൂദ സാന്റിയാഗോ സർവകലാശാലയിൽ ഫ്രഞ്ചിൽ മേജർ ചെയ്യാൻ എൻറോൾ ചെയ്യുമ്പോൾ ചിലിയുടെ തലസ്ഥാനത്ത് അന്ന് ആകെ 5 ലക്ഷത്തോളം പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റോഡിൽ കൂടി കടന്നു പോകുമ്പോൾ അടുക്കളയിൽ നിന്ന് എരിയുന്ന തീയും പുകയും കാപ്പിയുടെ മണവുമൊക്കെ വരുമായിരുന്നു. സാന്റിയാഗോയിൽ മരൂരി തെരുവിലെ 513-ാം നമ്പർ വീട്ടിലാണ് അന്ന് താമസം ശരിയാക്കിയിരുന്നത്. കിടന്നുറങ്ങാൻ മാത്രം സൗകര്യമുള്ള ഒരു ഒറ്റമുറി വീടാണത്. വീട്ടിൽ നിന്ന് അച്ഛൻ അയച്ചു തരുന്ന പണം ഫീസ് ഒടുക്കി കഴിഞ്ഞാൽ കഷ്ടിച്ച് 2 നേരം കഴിക്കാനുള്ളതേ ഉള്ളൂ. അവിടെ താമസം തുടങ്ങിയ ശേഷം മുൻപൊക്കെ എഴുതിയിരുന്നതിനേക്കാൾ കൂടുതലായി കവിത എഴുതാൻ തുടങ്ങി കവി. എന്നാൽ അതേ അനുപാതത്തിൽ തന്നെ ആഹാരം കഴിക്കുന്നത് കുറഞ്ഞു വരാനും തുടങ്ങി. ക്ലാസ്സിൽ പോകുന്നതൊക്കെ വല്ലപ്പോഴുമാണ്. കവിതയിലാണ് ശ്രദ്ധ അത്രയും. സാന്റിയാഗോയിലെ സാഹിത്യ സദസ്സുകളിലും പുസ്തകാലയങ്ങളിലുമായി കറക്കം മുഴുവനും. സ്നേഹിത വൃന്ദവും അവിടെയൊക്കെ തന്നെ. മൃഷ്ടാന്നം ഭക്ഷിക്കാനുള്ള വഴിയില്ലാതിരുന്നതുകൊണ്ട് വിശപ്പടക്കാൻ പലപ്പോഴും ചായയായിരുന്നു ശരണം.
1920കളിലെ ചിലിയിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. യുദ്ധമുണ്ടായിരുന്ന സമയത്ത് രാജ്യത്ത് ഒരു ഉണർവൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും യുദ്ധം തീർന്നതോടെ തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും വിലക്കയറ്റവും രാജ്യത്തെ പൂണ്ടടക്കം പിടികൂടി. 1918-19 കാലത്ത് ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരങ്ങൾ കൊടുമ്പിരി കൊണ്ട് നടന്നു. പട്ടാളവും സമരക്കാരും തമ്മിൽ നിരന്തരമായിട്ടുള്ള സംഘർഷങ്ങൾ പതിവായി. സ്റ്റുഡൻസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഈ പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ ഉണ്ടായിരുന്നത് രാജ്യത്തെ വിദ്യാർത്ഥികളായിരുന്നു. ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ അന്ന് സജീവമായിരുന്ന നെരൂദ പകൽ മുഴുവനും ചെലവിട്ടിരുന്നത് സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ്. ഈ സ്റ്റുഡൻസ് ഫെഡറേഷനുമായി ടെമുക്കോയിൽ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ നെരൂദയ്ക്ക് അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന കാലത്ത് സാന്റിയാഗോയിലെ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് പട്ടാളം തകർത്ത് കളഞ്ഞതും വിദ്യാർത്ഥി നേതാക്കളിൽ പലരെയും ടോർച്ചർ ചെയ്ത് കൊന്നതുമൊക്കെ അദ്ദേഹത്തെ അരിശം കൊള്ളിച്ച സംഭവങ്ങളായിരുന്നു. ടെമുക്കോയിൽ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകൾ സ്റ്റുഡൻസ് ഫെഡറേഷന് മാസികയായിട്ടുള്ള ക്ലാരിഡാഡിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിട്ട് സാന്റിയാഗോയിൽ എത്തിയപ്പോൾ അതേ ക്ലാരിഡാഡ് മാസികയുടെ ഓഫീസിൽ ഒരു നിത്യസന്ദർശകനായി നെരൂദ മാറുന്നു. മാസികയിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ നിരവധി കവിതകൾ അച്ചടിച്ചു വരുന്നു. അദ്ദേഹം അതിലൊരു രാഷ്ട്രീയ നിരീക്ഷണ പങ്ക്തി എഴുതുകയും ചെയ്തിരുന്നു. പോക്കറ്റ് മണിക്ക് വേണ്ടി നെരൂദ മറ്റ് പല മാസികകളിലും അതേ സമയത്ത് തന്നെ വിവർത്തനങ്ങളും കവിതകളും ലേഖനങ്ങളുമൊക്കെ എഴുതി പ്രസിദ്ധപ്പെടുത്തി തുടങ്ങി. അതിനിടയിൽ പക്ഷേ നെരൂദയ്ക്ക് ചെറിയൊരു പണി കിട്ടി. അധ്യാപകനാകാൻ പറഞ്ഞുവിട്ട മകൻ സർവകലാശാലയുടെ പരിസരത്തേക്ക് പോലും പോകാതെ കവിതയും എഴുതി രാഷ്ട്രീയം കളിച്ച് നടക്കുകയാണ് എന്ന് ആരോ അയാളുടെ അച്ഛനെ വിളിച്ചറിയിച്ചു. അതോടെ നാട്ടിൽ നിന്ന് മാസാമാസം അയച്ചു കിട്ടിയിരുന്ന ചെറിയ അലവൻസ് മണി ഓർഡറുകളുടെ വരവ് നിലച്ചുപോയി. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ രണ്ടാനമ്മ മകൾ വഴിക്ക് കൊടുത്തുവിട്ടിരുന്ന ചെറിയ തുകകൾ മാത്രമായി നെരൂദയുടെ ഒരേയൊരു വരുമാനം ഇടിഞ്ഞതോടെ കുറെ കൂടി വാടക കുറഞ്ഞ ഒരിടത്തേക്ക് അറുകല സ്ട്രീറ്റിലെ മറ്റൊരു ഒറ്റമുറി വീട്ടിലേക്ക് നെരൂദ താമസം മാറ്റുന്നു. അവിടെ കഴിയുന്ന കാലത്താണ് അദ്ദേഹം ഒരു വിധവയുമായി പ്രണയത്തിലാവുന്നത്. ഇവരെപ്പറ്റി നെരൂദ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. മനസ്സിൻ്റെ പൊത്തിൽ മുട്ടയിട്ടിരിക്കുന്ന ചില ഓർമ്മകളുണ്ട്, അത് എത്ര കാലം കഴിഞ്ഞാലും മറക്കാനാവില്ല. അങ്ങനെ ഒരു ഓർമ്മയാണ് ഈ വിധവയെ സംബന്ധിച്ച് എനിക്കുള്ളത്. ആ നീല കണ്ണുകളിൽ വളരെ വേഗത്തിലാണ് സ്നേഹത്തിൻ്റെ മൂടൽമഞ്ഞ് വന്ന് നിറയുന്നത്. പിന്നെ അവൾ ഇരുന്ന് കരയാൻ തുടങ്ങും. മരിച്ചുപോയ ഭർത്താവിനെക്കുറിച്ചുള്ള വിഷാദമഗ്നമായ ഓർമ്മകൾ അവളുടെ മനസ്സിനെ കൊത്തിവലിച്ച് ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോകും. ക്ഷയരോഗം ബാധിച്ചാണ് അയാൾ മരിച്ചുപോയത്. ഭർത്താവ് മരിച്ച അന്നു മുതൽക്ക് തന്നെ തൻ്റെ സുന്ദരദേഹം ഒരു കരിന്തുണിയിൽ പൊതിഞ്ഞുകൊണ്ടാണ് അവൾ നടന്നിരുന്നത്. ഒരു ദിവസം എൻ്റെ മുറിയിൽ വന്നിരുന്ന് വിതുമ്പുമ്പോൾ അവൾ പുതച്ചിരുന്ന കരിന്തുണി താഴെ വീണുപോയി. അവൾ മറച്ചുകൊണ്ട് നടന്ന ആ ശരീരത്തിൻ്റെ അഴക് എത്രയായിരുന്നുവെന്ന് അന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ആ നിമിഷം അവളെ എനിക്ക് വാരി പുൽകാതിരിക്കാനായില്ല. എൻ്റെ സ്നേഹം അവളിലേക്ക് അണപൊട്ടി ഒഴുകി. നെരൂദയുമൊത്ത് തുടർന്ന് നടന്നിട്ടുള്ള സംഗമങ്ങളിൽ ചൂടുള്ള നിശ്വാസങ്ങൾക്കിടയിൽ ആ വിധവ അയാളെ തൻ്റെ മരിച്ചുപോയ ഭർത്താവിൻ്റെ പേര് ചൊല്ലി വിളിക്കുമായിരുന്നു. റോബർട്ടോ, പ്രിയപ്പെട്ട റോബർട്ടോ. തീപിടിച്ച യുവത്വമായിരുന്നു ആ വിധവയ്ക്കെന്നും പട്ടിണി കിടന്ന് തളർന്നിരുന്ന തനിക്ക് ആ യക്ഷിയെ പൂജിക്കാനും മാത്രം ചോരയും നീരും ഇല്ലാതിരുന്നതുകൊണ്ട് അധികം വൈകാതെ തന്നെ താൻ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറി എന്നുമൊക്കെ നെരൂദ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ എഴുതുന്നുണ്ട്. മരൂരിത്തെരുവിലെ 513 നമ്പർ മുറിയിൽ വെച്ച് നെരൂദ എഴുതി തുടങ്ങിയ പുസ്തകം അധികം വൈകാതെ പൂർത്തിയായി. 1923 നെരൂദയ്ക്ക് 19 വയസ്സ് തികഞ്ഞ കൊല്ലം 48 കവിതകൾ അടങ്ങിയ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം ക്രെപ്പുസ്കുലാരിയോ അഥവാ സന്ധ്യാപുസ്തകം അച്ചടിച്ച് തയ്യാറായി. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ടായി. പുസ്തകത്തിൻ്റെ അച്ചടി തീർന്നോ എന്നറിയാൻ കവി പ്രസ്സിലെത്തിയപ്പോൾ അവിടെ അതിൻ്റെ കവർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്തോഷത്തോടെ അത് നോക്കിക്കൊണ്ടിരുന്ന കവിയുടെ കണ്ണുകളിലേക്ക് അതിക്രൂരമായി നോക്കിക്കൊണ്ട് ആ പ്രസാധകൻ വേദനിപ്പിക്കുന്ന ഒരു സത്യം ഒഴിഞ്ഞു. പിന്നെ ഒരു കാര്യം, എനിക്ക് തരാനുള്ള പണം മുഴുവൻ തന്നതിന് ശേഷം മാത്രമേ താൻ ഇതിൽ നിന്ന് ഒരു പുസ്തകം വെളിയിൽ കൊണ്ടുപോവുകയുള്ളൂ. അച്ഛൻ വാത്സല്യത്തോടെ തന്ന വാച്ചും കവിയുടെ യൂണിഫോമെന്ന് നെരൂദ ധരിച്ചു വെച്ചിരുന്ന കറുത്ത സ്യൂട്ടുമടക്കം പല വീട്ടു സാധനങ്ങളും വിറ്റിട്ടും പുസ്തകം അച്ചടിച്ച വകയിൽ കൊടുക്കാനുള്ള പണം തികയുന്നില്ല. ആ അടിയന്തര ഘട്ടത്തിൽ നെരൂദയെ സഹായിക്കാൻ അന്ന് അദ്ദേഹത്തിൻ്റെ നിരൂപകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ കൊടുത്ത പണം മുഴുവൻ പ്രസുടമ ആർത്തിയോടെ അന്ന് വിഴുങ്ങുന്നു. ഒടുവിൽ അച്ചടിച്ച പുസ്തകങ്ങൾ നിറച്ച സഞ്ചി തോളിലും തുളുവേണ ഷൂസ് കാലിലും ഇട്ടുകൊണ്ട് കവി നിരത്തിലേക്ക് ഇറങ്ങി. പാരവശ്യത്തിനു മുകളിൽ സന്തോഷവും പുതച്ചു വന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം. ദുഃഖം, വിഷാദം, പ്രണയം, ഇതൊക്കെ ആയിരുന്നു ആ കവിതകൾക്കുള്ള പ്രമേയം. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയത് ഒരു വിതുമ്പലാണ്. വെറുമൊരു വിതുമ്പൽ എന്ന് പറഞ്ഞാൽ പോരാ, അതിന് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു മാധുര്യമുണ്ടായിരുന്നു എന്ന് മാത്രം. ആ പുസ്തകത്തിലുണ്ടായിരുന്ന ഏറെക്കുറെ ശൈശവപ്രായത്തിലുണ്ടായിരുന്ന നെരൂദയുടെ കവിതകളിൽ നിന്ന് ഒരേ കൃതി മാത്രം വേറിട്ട് നിന്നു. വേറെ ആരോ എഴുതിയത് എന്ന പോലെ, അല്ലെങ്കിൽ വളരെ കവിതാ പരിചയമുള്ള ഒരാൾ എഴുതിയത് എന്ന പോലെ. വിടവാങ്ങൽ എന്നായിരുന്നു അതിന് നെരൂദയിട്ട പേര്. ക്രെപ്പുസ്കുലാരിയോ എന്ന പുസ്തകം പുറത്തിറങ്ങി അധികം വൈകാതെ തന്നെ വല്ലാത്തൊരു ആകാംക്ഷ നെരൂദയുടെ ഹൃദയത്തെ ആവേശിക്കുന്നു. കവിയെ റൈറ്റേഴ്സ് ബ്ലോക്ക് ബാധിച്ച കാലം, ഉള്ളിൽ കവിതയുടെ കൂമ്പടഞ്ഞ പ്രതീതി.
ഈ അവസരത്തിൽ തെക്കൻ ദിക്കുകളിലേക്ക് നടത്തിയ യാത്ര അദ്ദേഹത്തിലെ കവിതയ്ക്ക് പുനരുജ്ജീവനം നൽകി. 1923 അവസാനത്തോടെ കവിക്ക് അസാധാരണമായ ഒരു അനുഭവമുണ്ടായി. അത് അദ്ദേഹം ടെബൂക്കയിൽ മടങ്ങി വന്ന കാലമായിരുന്നു. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നെരൂദ തൻ്റെ മുറിയുടെ ജനാലകൾ മലർക്കെ തുറന്നു വെച്ചു. പെട്ടെന്ന് ആകാശം കൺമുന്നിൽ എണ്ണമറ്റ നക്ഷത്രജാലങ്ങളോടെ തെളിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ മനോഹരമായ നക്ഷത്രങ്ങൾ സംഘനൃത്തം ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. ഇത് കണ്ട് മതോന്മത്തനായി അദ്ദേഹം നേരെ എഴുത്തുമേശക്കരികിലേക്ക് പാഞ്ഞു ചെന്നു. ശക്തമായ സ്പന്ദിക്കുന്ന ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ വാക്കുകളായിട്ട് പുറത്തേക്ക് വരാൻ വെമ്പി നിൽക്കും പോലെ അദ്ദേഹത്തിന് തോന്നി. ഒരു പുസ്തകം ജനിക്കുന്നു. ഒട്ടനവധി വിഷയങ്ങളെ പുണർന്നു നിൽക്കുന്ന കവിതകൾ അതിൽ ആവിർഭവിക്കുന്നു. എന്നാൽ ഒരു പ്രശ്നം പറ്റി. കാവ്യമർമ്മജ്ഞനായിട്ടുള്ള അലിറോ ഓവർസുൻ ഈ കവിതാ പുസ്തകം മനസ്സിരുത്തി വായിച്ച ശേഷം ആ കവിതകളിലെ ഓരോ വരികളിലും ആശ്ചര്യമുളവാക്കുന്ന കാവ്യദർശനത്തിൻ്റെ മിഴിവ് കണ്ട് സന്തോഷം രേഖപ്പെടുത്തി. എന്നാൽ ഘനഗംഭീരമായ സ്വരത്തിൽ അയാൾ ഇത്ര കൂടി ചോദിച്ചു: ഈ കവിതകളിൽ ഉറുഗ്വൻ കവി സബത്ത് എർക്കാസ്റ്റിയുടെ സ്വാധീനം നിങ്ങൾ കാണുന്നില്ലേ? ആ ചോദ്യം നെരൂദയെ വല്ലാതെ തളർത്തി. വേറെ ആരുടെയും കവിത ചോർത്തി എടുത്തതല്ല ഈ പുസ്തകം. സ്വന്തം പ്രചോദനത്താൽ ഉത്തേജിതനായി എഴുതിയതാണ് ഇതിലെ ഓരോ കവിതയുമെന്ന് ഉറക്കെ വിളിച്ചു പറയണമെന്ന് ആ കവിക്കുണ്ടായിരുന്നു. എന്തായാലും നെരൂദ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി ഓവർസൺ പറയും പോലെ കവി എർക്കാസ്റ്റിയുടെ കവിതയോട് അതിന് കടപ്പാടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സാക്ഷാൽ എർക്കാസ്റ്റി തന്നെ തീരുമാനിക്കട്ടെ. ഉറുഗ്വൻ കവികളിൽ പ്രഥമഗണനീയനാണ് എർക്കാസ്റ്റി എങ്കിലും എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തെ മറന്ന പോലെയുണ്ട്. നക്ഷത്രരാത്രിയിൽ മോഹിതനായി ഞാൻ എഴുതിയ ഈ കവിതകളിൽ അങ്ങയുടെ ഭാവന പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് നെരൂദ അദ്ദേഹത്തോട് തന്നെ കത്തെഴുതി ചോദിച്ചു. ഒട്ടും താമസിയാതെ തന്നെ എർക്കാസ്റ്റിയുടെ മറുപടിയും വന്നു: അങ്ങയുടെ കവിത വിജയകരമാണ്, ആകർഷകമാണ്. എന്നാൽ അവയിൽ എൻ്റെ ആശയങ്ങളുടെ മാറ്റൊലി കാണുന്നുണ്ട് എന്നായിരുന്നു എർക്കാസ്റ്റിയുടെ മറുപടി. ആ കത്ത് നാലായി മടക്കി പോക്കറ്റിലിട്ടുകൊണ്ട് നെരൂദ ഇറങ്ങി നടന്നു. കുറേ ദിവസം അങ്ങനെ കീശയിൽ കിടന്ന് ചുളുങ്ങി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി ഒടുവിൽ അത് കീറിപ്പോയി. നക്ഷത്രദീപ്തി കണ്ടുണ്ടായ പ്രചോദനത്തിൽ എഴുതിയ കവിതകളുടെ ഊഷ്മളത കുറഞ്ഞു വന്ന അടുത്ത ദിവസങ്ങളിലൊന്നിൽ അന്നോളം എഴുതിക്കൂട്ടിയ ഡസൻ കണക്കായ കവിതകളുടെ കയ്യെഴുത്തു പ്രതികൾ ഒരു ദാക്ഷിണ്യം കൂടാതെ തന്നെ നെരൂദ കീറിക്കളയുന്നു. 1924 ജൂൺ മാസത്തിൽ 20ാം പിറന്നാളിന് ദിവസങ്ങൾക്ക് മുമ്പായി നെരൂദ അദ്ദേഹത്തെ ലാറ്റിൻ അമേരിക്കയിൽ ഉടനീളം പ്രശസ്തനാക്കി മാറ്റിയ വിയൻ്റെ പോയമാസ് എന്ന തൻ്റെ 2ാം കവിതാ സമാഹാരം അച്ചടിച്ചു പുറത്തിറക്കി. ഈ പുസ്തകം ഇറങ്ങിയ പാടെ അത് ചിലിയിൽ ബെസ്റ്റ് സെല്ലർ കവിതാ പുസ്തകമായി മാറി. ഈ പുസ്തകം വിറ്റുപോകാൻ തുടങ്ങിയതിൽ പിന്നെ അദ്ദേഹം ചെല്ലുന്നിടത്തെല്ലാം ഒന്നുകിൽ ജനങ്ങൾ അത് കാണാപ്പാടം ചൊല്ലുമായിരുന്നു, അല്ലെങ്കിൽ കവിയെ കൊണ്ട് തന്നെ അത് പാടിക്കേൾക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പരിചയപ്പെടുന്ന കൂട്ടത്തിൽ നിന്നൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടി പെട്ടെന്ന് വന്ന് നെരൂദയുടെ ഏതെങ്കിലും ഒരു കവിത സ്വരമാധുര്യത്തോടെ ഉറക്കെ ചൊല്ലാൻ തുടങ്ങും. ചിലപ്പോൾ ഈ വരികൾ കേൾക്കുമ്പോൾ ഭരണതലത്തിലുള്ള മന്ത്രിമാരും മറ്റും എഴുന്നേറ്റു നിന്ന് പട്ടാളച്ചിട്ടയിൽ അദ്ദേഹത്തിന് സല്യൂട്ട് നൽകുമായിരുന്നു. ഇതെല്ലാം നെരൂദയെ വല്ലാതെ സന്തോഷിപ്പിച്ചിരുന്നു. നെരൂദയുടെ കവിതകൾ ആദ്യം ചിലിയൻ ജനതയുടെയും പിന്നാലെ ലോകമെമ്പാടുമുള്ള സ്പാനിഷ് ഡയസ്പോറയുടെയും ഒക്കെ നാവിൽ ഇടം പിടിക്കുന്നത് ഈ വിയൻ്റെ പോയമാസ് പുസ്തകം പുറത്തിറങ്ങിയതിന് ശേഷമാണ്. വയസ്സ് 22 തികഞ്ഞപ്പോഴേക്കും പാബ്ലോ നെരൂദ 2 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ക്ലാരിഡാഡിൽ അദ്ദേഹത്തിൻ്റെ 108 ലേഖനങ്ങളും അച്ചടിച്ചു വന്നു കഴിഞ്ഞിരുന്നു. അതിനു പുറമെ നിരവധി ബുക്ക് റിവ്യൂകളും സാഹിത്യ സംബന്ധിയായിട്ടുള്ള നിരവധി ലേഖനങ്ങളും പലവിധം മാഗസിനുകളിലും പത്രങ്ങളിലുമായി പബ്ലിഷ് ചെയ്തു വന്നിട്ടുമുണ്ടായിരുന്നു. എന്നാൽ ദൗർഭാഗ്യവശാൽ നെരൂദ കവിതകൾക്കും കവിക്ക് തന്നെയും സിദ്ധിച്ച ഈ ഇൻസ്റ്റന്റ് ഫെയിം അക്കാലത്ത് പണമായി മാറുന്നില്ല. കവി പിന്നീട് അങ്ങോട്ടും പരമദരിദ്രനായി തന്നെ തുടർന്നു പോകുന്നു. അദ്ദേഹം പകലന്തിയോളം വായിച്ചും എഴുതിയും കാര്യമായ വരുമാനമൊന്നും നേടാതെ തന്നെ തുടർന്നു പോയി. നെരൂദയെപ്പോലെ ലോകോത്തര നിലവാരത്തിലുള്ള കവിതകൾ എഴുതുന്ന മികച്ചൊരു കവി ചിലിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ എന്ന് അദ്ദേഹത്തിൻ്റെ സ്നേഹിതരിൽ പലരും അന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. രാജ്യത്തിന് പുറത്തേക്ക്, വിശേഷിച്ച് യൂറോപ്പിൻ്റെ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് അന്ന് കണക്കാക്കിയിരുന്ന പാരീസ് നഗരത്തിലേക്ക് എന്തുകൊണ്ട് നെരൂദ പോകുന്നില്ല എന്ന് പലരും ചോദിച്ചു. പോകണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമില്ലാഞ്ഞിട്ടായിരുന്നില്ല, അതിനുള്ള സാമ്പത്തികം ഇല്ലാതിരുന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. അന്നത്തെ ലാറ്റിൻ അമേരിക്കയിലെ ആർട്ടിസ്റ്റുകളുടെയും എഴുത്തുകാരുടെയും ഒക്കെ വഴി പിന്തുടർന്ന് നെരൂദയും അന്ന് ഫോറിൻ സർവീസിൽ ഒരു ഡിപ്ലോമാറ്റിൻ്റെ ജോലിക്ക് അപേക്ഷിക്കുന്നു. വിദേശമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അധികം വൈകാതെ മറുപടി വന്നു. ഇന്ന രാജ്യങ്ങളിൽ ഇന്ന ഒഴിവുകളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ലോക നഗരങ്ങളുടെ ഒരു പട്ടികയും ആ മറുപടി കത്തിൽ ഉണ്ടായിരുന്നു. അതിൽ പല പേരുകളും കവിക്ക് ഓർത്തു വെക്കാൻ തന്നെ ആയില്ല എങ്കിലും ഒരു പേര് മാത്രം, അതിന് മുമ്പൊരിക്കലും കേട്ടിട്ടില്ലാതിരുന്ന ഒരു പേരായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിൻ്റെ നാക്കിലുടക്കുന്നു: റങ്കൂൺ. എവിടേക്ക് പറഞ്ഞു വിടട്ടെ എന്ന് വിദേശകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചോദ്യം വന്നപ്പോൾ നെരൂദയുടെ വായിൽ ആ പേര് മാത്രമേ വരുന്നുള്ളൂ. അന്നത്തെ ബർമ്മയുടെ, ഇന്നത്തെ മ്യാൻമാറിൻ്റെ തലസ്ഥാനമായ റങ്കൂൺ നഗരം. പുതിയ ജോലി കിട്ടിയ നെരൂദയ്ക്ക് സാന്റിയാഗോയിലെ അദ്ദേഹത്തിൻ്റെ സാഹിത്യകാരന്മാരായിട്ടുള്ള സ്നേഹിതർ ഒരു ചെറിയ യാത്രയപ്പ് നൽകുന്നു. ആ പാർട്ടിയിൽ വെച്ച് അദ്ദേഹം അൽവാരോ ഹിനോഹോസ എന്നു പേരുള്ള പഴയൊരു സ്നേഹിതനെ കണ്ടുമുട്ടുന്നു.
അൽവാരോ നെരൂദയ്ക്ക് ആകർഷകമായിട്ടുള്ള ഒരു ഓഫർ വെച്ച് നീട്ടുന്നു. നെരൂദയ്ക്ക് ഫോറിൻ മിനിസ്ട്രിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് കപ്പൽ ടിക്കറ്റ് സറണ്ടർ ചെയ്താൽ വേണമെങ്കിൽ 2 തേർഡ് ക്ലാസ് യാത്രാ ടിക്കറ്റുകൾ കിട്ടും. വേണമെങ്കിൽ താനും കൂടെ റംഗൂൺ വരെ വരാം. നെരൂദയ്ക്ക് അൽവാരോയെ വളരെ ഇഷ്ടമായിരുന്നു. കയ്യിൽ കാശൊന്നുമില്ലെങ്കിലും അയാൾക്ക് അല്പസ്വല്പം വിദേശയാത്രയൊക്കെ ചെയ്തുള്ള പരിചയമുണ്ട്. എന്നാൽ അങ്ങനെ ആവട്ടെ എന്നായി നെരൂദ. അങ്ങനെ 2 സ്നേഹിതന്മാരും ചേർന്ന് ആൻഡസ് മലനിരകൾ താണ്ടി ആദ്യം അർജന്റീനയിലേക്കും അവിടെ നിന്ന് അറ്റ്ലാന്റിക് സമുദ്രതീരത്തെ ഒരു തുറമുഖത്തിലേക്കും നീങ്ങി. 1927 ജൂൺ 18 നെരൂദയുടെ 23ാം ജന്മദിനത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് അവർ രണ്ടുപേരും കൂടി പോർച്ചുഗലിലെ ലിസ്ബണിലേക്കുള്ളൊരു ജർമ്മൻ ആവിക്കപ്പലിൽ കയറി യാത്ര പുറപ്പെട്ടു. അതൊരു സാഹസിക യാത്രയുടെ തുടക്കമാവുമെന്ന് അപ്പോൾ രണ്ടുപേർക്കും സങ്കല്പിക്കാനായില്ല എന്ന് മാത്രം. പോർച്ചുഗലിൽ നിന്ന് ആദ്യം സ്പെയിനിലേക്ക്, അവിടെ നിന്ന് ഫ്രാൻസിലേക്ക്. ഈ യാത്രയിലുടനീളം നെരൂദ തൻ്റെ അനുഭവ കഥകൾ എഴുതി കൂട്ടുന്നുണ്ടായിരുന്നു. ചെന്നിറങ്ങുന്നിടത്തുനിന്നെല്ലാം പോസ്റ്റ് ഓഫീസുകൾ വഴി ഇതൊക്കെ അപ്പോൾ ചിലിയിലെ പ്രസിദ്ധ പത്രമായിട്ടുള്ള ലാ നാസിയോണിൻ്റെ ഓഫീസിലേക്ക് അയച്ചു വിടുന്നുമുണ്ടായിരുന്നു. പാരീസിൽ ചെന്നിറങ്ങുന്ന നെരൂദ അന്നത്തെ അറിയപ്പെടുന്ന ഫ്രഞ്ച് കവികളിൽ ആരെങ്കിലുമൊക്കെയായി സൗഹൃദം സ്ഥാപിച്ചെടുക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും അദ്ദേഹത്തിന് ആകെ കാണാനായത് ചില ലാറ്റിൻ അമേരിക്കൻ കവികളെ മാത്രമാണ്. ഫ്രാൻസിലെ തുറമുഖ നഗരമായ മാർസെയിൽസിൽ നിന്ന് നെരൂദയും അൽവാരയും അടുത്ത കപ്പൽ പിടിച്ച് മെഡിറ്ററേനിയൻ കടൽ താണ്ടി ഈജിപ്തിലെ പോർട്ട് സെയ്ദ് വഴി സൂയസ് കനാൽ മുറിച്ചു കടന്ന് കിഴക്ക് ദിക്കിലേക്കുള്ള തങ്ങളുടെ പ്രയാണം തുടർന്നു പോകുന്നു. ഒടുവിൽ 1927 ഒക്ടോബറിൽ, അതായത് യാത്ര തുടങ്ങി 4 മാസങ്ങൾക്ക് ശേഷം അവർ സിംഗപ്പൂരിൽ എത്തിപ്പെടുന്നു. സിംഗപ്പൂരിൽ കപ്പൽ എടുത്തപ്പോഴാണ് കവിക്ക് അടുത്ത നിരാശയുണ്ടാകുന്നത്. അവിടെ അവരുടെ കപ്പൽ നങ്കൂരമിട്ടപ്പോഴേക്കും സിംഗപ്പൂരിൽ നിന്ന് റംഗൂണിലേക്കുള്ള കപ്പൽ പുറപ്പെട്ടു പോയി കഴിഞ്ഞിരുന്നു. 4 മാസത്തെ യാത്ര കൊണ്ട് ഇരുവരും കയ്യിൽ കരുതിയിരുന്ന പണം അത്രയും ചെലവിട്ട് തീർന്നുപോയി. അപ്പോഴേക്കും ലോകത്തിൻ്റെ ജോഗ്രഫിയെ പറ്റി തനിക്കുണ്ടായിരുന്ന അബദ്ധധാരണകളെക്കുറിച്ച് നെരൂദയ്ക്ക് നല്ല ബോധ്യം വന്നു കഴിഞ്ഞിരുന്നു. സിംഗപ്പൂരിന് തൊട്ടടുത്താണ് റംഗൂൺ എന്നാണ് നെരൂദയും സ്നേഹിതനും അതുവരെ കരുതിയിരുന്നത്. അങ്ങനെ കരുതി തന്നെയാണ് അവർക്ക് സാന്റിയാഗോയിലെ വിദേശകാര്യ മന്ത്രാലയം ഒരു കപ്പൽ ടിക്കറ്റും എടുത്തു കൊടുത്തിരുന്നത്. എന്നാൽ സിംഗപ്പൂരിൽ നിന്ന് ഇനിയും അനേക ദിവസം കപ്പലിലിരുന്നാൽ മാത്രമേ റംഗൂണിലെത്തൂ എന്ന തിരിച്ചറിവ് അവരെ ഞെട്ടിക്കുന്നു. ഭൂപടത്തിലെ ഏതാനും മില്ലിമീറ്ററുകൾക്ക് വേണ്ടി സത്യത്തിൽ എത്ര വലിയ ദൂരമാണ് കപ്പലിൽ താണ്ടേണ്ടി വരുന്നത് എന്ന് അനുഭവത്തിലൂടെ കവി മനസ്സിലാക്കി. നിലവിലെ പ്രശ്നം കയ്യിൽ ചില്ലി കാശില്ല എന്നതാണ്. റംഗൂണിലേക്ക് അടുത്ത ടിക്കറ്റ് എടുക്കാനായാലും കപ്പൽ തിരിച്ചു വരും വരെ സിംഗപ്പൂരിൽ താമസിക്കാനായാലും അതുവരെ ഭക്ഷണം കഴിക്കാനായാലും പണം വേണം. സിംഗപ്പൂരിലെ ചിലിയൻ കോൺസുലേറ്റിൽ അവരെയും കാത്ത് വേറെ ഫണ്ടൊന്നും ഇരിപ്പുമില്ലായിരുന്നു. ഒടുവിൽ ഗതികേട് പറഞ്ഞ് കാല് പിടിച്ച് കോൺസുലേറ്റിൽ നിന്ന് കുറച്ച് പണം കടമായി വാങ്ങി അവർ റംഗൂണിലേക്കുള്ള അടുത്ത കപ്പൽ വരും വരെയും പിടിച്ചു നിന്നു. അങ്ങനെ ഒടുവിൽ 1927 ഒക്ടോബർ അവസാനത്തോടെ അവർ രണ്ടുപേരും റംഗൂണിൽ എത്തിച്ചേർന്നു. അന്ന് റംഗൂൺ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലാണ് പുലർന്നിരുന്നത്. നയതന്ത്രജ്ഞൻ എന്ന നിലയ്ക്കുള്ള നെരൂദയുടെ കരിയർ ആരംഭിക്കുന്നത് ഒരു വലിയ ആശയക്കുഴപ്പത്തിലാണ്. ശമ്പളമാണെങ്കിൽ തുലോം തുച്ഛമാണ്, ഉത്തരവാദിത്തങ്ങളും വളരെ കുറവ്. 3 മാസത്തിലൊരിക്കൽ ചിലിയിൽ നിന്ന് ഒരു ചരക്ക് കപ്പൽ വരും. അതിൽ റംഗൂണിൽ നിന്നുള്ള ഹാർഡ് പാരഫിനും തേയിലപ്പെട്ടികളും കയറ്റി അയക്കണം. അതിനുവേണ്ടുന്ന പേപ്പർ വർക്ക് തയ്യാറാക്കി സീലടിച്ചു കൊടുക്കണം. ഇതുമാത്രമായിരുന്നു ഡിപ്ലോമാറ്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി. റംഗൂണിൽ നെരൂദ അനുഭവിച്ചത് കടുത്ത ഏകാന്തതയും വല്ലാത്ത ബോറടിയുമാണ്. സാന്റിയാഗോയിലെ സാഹിത്യ സദസ്സുകളുടെ ബഹളങ്ങളിൽ നിന്ന് പെട്ടെന്നൊരു നാൾ റംഗൂണിലെ അപരിചിതത്വത്തിലേക്ക് വലിച്ചെറിഞ്ഞ പോലെ. റംഗൂണിൽ ആകെയുള്ളത് 2 കൂട്ടരാണ്. ഒന്ന് ബ്രിട്ടീഷ് അധികാരികൾ, 2 ലോക്കൽ ബർമീസ് പൗരന്മാർ. നെരൂദയ്ക്കാണെങ്കിൽ ആകെ അറിയാവുന്ന ഭാഷ സ്പാനിഷാണ്. അത് ബ്രിട്ടീഷുകാർക്കോ ബർമീസിനോ മനസ്സിലാവില്ല. നെരൂദയുടെ ഇംഗ്ലീഷ് വളരെ ബ്രോക്കണാണ്. ബർമീസ് അദ്ദേഹത്തിന് ഒട്ടും അറിയില്ല. അതുകൊണ്ട് തന്നെ നഗരത്തിലെ ഒരു പാർട്ടി സർക്കിളുകളിലും സജീവമാകാൻ അക്കാലത്ത് നെരൂദയ്ക്ക് സാധിക്കുന്നില്ല. റംഗൂണിൽ കഴിച്ചുകൂട്ടിയ കാലം നെരൂദ വളരെ കുറച്ച് കവിതകൾ മാത്രമേ അതുകൊണ്ട് എഴുതുന്നുള്ളൂ. അതിനിടയ്ക്ക് അൽവാരോ എന്ന നെരൂദയുടെ ബർമയിലെ ആകെയുള്ള സ്പാനിഷ് സ്നേഹിതൻ അവിടെ അടുത്ത് ഇന്ത്യയിലേക്ക് സ്ഥലം വിടുകയും ചെയ്തതോടെ എല്ലാം തികഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇരുന്ന സമയത്ത് 1928 ഏപ്രിൽ മാസത്തിൽ നെരൂദ ജോസി ബ്ലിസ് എന്നു പേരുള്ള അതിസുന്ദരിയായ ഒരു ബർമീസ് യുവതിയുമായി അടുപ്പത്തിലായി. അവരോടൊപ്പം പൊറുതി തുടങ്ങിയതോടെ നെരൂദ വീണ്ടും ബ്രിട്ടീഷുകാരിൽ നിന്ന് അകന്നുപോയി. എന്നു മാത്രമല്ല, പോകെ പോകെ കാമുകി ജോസി ബ്ലിസിന്റെ പൊസസീവായിട്ടുള്ള പെരുമാറ്റം നെരൂദയെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. നെരൂദ തന്നെ ഉപേക്ഷിക്കുമോ എന്ന ഭയം ഇവരെ സദാ വേട്ടയാടിയിരുന്നു. അങ്ങനെയിരിക്കെ നെരൂദ ഇച്ഛിച്ചിരുന്നത് പോലെ ചിലിയൻ ഗവൺമെൻറ്റിൽ നിന്ന് അദ്ദേഹത്തിനൊരു ട്രാൻസ്ഫർ ഓർഡർ വരുന്നു. അടുത്തതായിട്ട് ചെന്ന് ജോയിൻ ചെയ്യേണ്ടത് കൊളംബോയിലെ ചിലിയൻ കോൺസുലേറ്റിലാണ്. റംഗൂണിലേതുപോലെ തുച്ഛമായ ശമ്പളം തന്നെയാണ് നെരൂദയ്ക്ക് സിലോണിലും ഓഫർ ചെയ്യപ്പെട്ടിരുന്നത്. കാലാവസ്ഥയാണെങ്കിൽ റംഗൂണിനേക്കാൾ വളരെ മോശമാണ്. എന്നിരുന്നാലും ഒരിടത്ത് ഏറെക്കാലം കഴിയാനുള്ള അനിഷ്ടം ഒന്നുകൊണ്ട് മാത്രം കവി റംഗൂൺ വിട്ട് സിലോണിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു.
ഒരക്ഷരം മിണ്ടാതെ കാമുകി ജോസി ബ്ലിസിനെ വിവരം അറിയിക്കാതെ നെരൂദ ഒരു ദിവസം പരമരഹസ്യമായി റങ്കൂണിൽ നിന്ന് കൊളംബോയിലേക്ക് കടന്നു കളയുന്നു. കൊളംബോയിൽ കപ്പലിൽ വന്നിറങ്ങിയ നെരൂദ താമസിക്കാൻ കണ്ടെത്തിയ ഇടം കടലോരത്ത് തന്നെയുള്ള ഒരു കോട്ടേജാണ്. അവിടം തൻ്റെ ബാല്യത്തിലെ വേനൽക്കാല സങ്കേതമായിരുന്ന പ്യൂട്ടോ സാവേദ്രയെ ഓർമ്മിപ്പിച്ചുവെന്ന് നെരൂദ പിന്നീട് തൻ്റെ രണ്ടാനമ്മയ്ക്ക് എഴുതുന്നുണ്ട്. സിലോണിലെ ജോലിയുടെ സ്വഭാവവും ബർമയിലേതിനേക്കാൾ ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. അവിടെയും നെരൂദയ്ക്ക് കൊളോണിയൽ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റർമാരുമായോ ലോക്കൽ സിംഗളീസ് അല്ലെങ്കിൽ തമിഴ് പൗരന്മാരുമായോ ഒട്ടും അടുക്കാൻ സാധിക്കുന്നില്ല. ഭാഷ തന്നെയായിരുന്നു അതിനുള്ള പ്രധാന കാരണം. എന്നാലും നെരൂദ സിലോണിലെ തൻ്റെ വാസകാലത്ത് നിത്യേന രാവിലെ നേരത്തെ എഴുന്നേറ്റ് കടലോരത്ത് കൂടി നടന്നു. കടലിൽ നീന്തൽ പരിശീലിച്ചു. ഉച്ചയ്ക്ക് തൻ്റെ കോട്ടേജിലേക്ക് മടങ്ങിച്ചെന്ന് ഉച്ചഭക്ഷണം കഴിച്ചു. നാമമാത്രമായ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾ ഉച്ചതിരിഞ്ഞുള്ള നേരത്ത് നിർവഹിച്ചു. അന്നത്തെ നെരൂദയുടെ സന്തത സഹചാരികൾ കുത്താക്ക എന്ന വളർത്തുപട്ടിയും അദ്ദേഹം തന്നെ മെരുക്കിയെടുത്ത കിരിയ എന്നു പേരുള്ള ഒരു കീരിയുമായിരുന്നു. അവിടെ വെച്ച് നെരൂദയ്ക്ക് കിട്ടിയ സുദീർഘമായ ഇടവേളകൾ അദ്ദേഹം തൻ്റെ അടുത്ത സമാഹാരമായ ഭൂമിയിലെ വാസസ്ഥാനത്തിലെ കവിതകൾ എഴുതാൻ ചെലവിട്ടു. നെരൂദയുടെ സിലോണിലെ വാസകാലത്തെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ മറ്റൊന്നിനെക്കുറിച്ച് കൂടി പറഞ്ഞു പോകാതെ നിർവാഹമില്ല. ഇനി പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ പാബ്ലോ നെരൂദ എന്ന കവിക്കുള്ള സ്ഥാനത്തിനും അദ്ദേഹത്തിൻ്റെ കവിതകളെ ആസ്വദിക്കാനുള്ള നിങ്ങളുടെ ക്ഷമതയ്ക്കും ഇളക്കം തട്ടിച്ചേക്കാം. എന്നാലും അത് വിശദമായി തന്നെ പറയാതെ വയ്യ. അത് സിലോണിൽ വെച്ച് നെരൂദ ഏർപ്പെട്ട ഒരു ക്രിമിനൽ കുറ്റത്തെക്കുറിച്ചാണ്. തൻ്റെ കോട്ടേജിൽ തോട്ടിപ്പണിക്കെത്തിയ ഒരു പാവം കീഴാള സ്ത്രീയെ അദ്ദേഹം ബലാത്കാരം ചെയ്തു. ഇത് കേവലം ഒരു ആക്ഷേപമോ അഭ്യൂഹമോ അല്ല. 1973 നെരൂദ മരിച്ച ശേഷം 74 പുറത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകമായ ദ കംപ്ലീറ്റ് മെമ്മേഴ്സിൽ സാക്ഷാൽ നെരൂദ തന്നെ എഴുതി വച്ചിട്ടുണ്ട് ഈ കൃത്യത്തെപ്പറ്റി. തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ നെരൂദ അതിനെ വല്ലാതെ കാൽപ്പനികവൽക്കരിച്ച് ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം NP സജീഷ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് വേണ്ടി എഴുതിയ കുറ്റവാളികളുടെ കല നാം എങ്ങനെ ആസ്വദിക്കും എന്ന ലേഖനത്തിൽ നെരൂദയുടെ പ്രവൃത്തിയെ കൃത്യമായി തന്നെ പ്രശ്നവൽക്കരിക്കുന്നുണ്ട്. രതി നെരൂദയ്ക്കെന്നും അടക്കി വെക്കാനാവാത്ത ഒരു ലഹരി തന്നെയായിരുന്നു. അദ്ദേഹം തൻ്റെ തീക്ഷ്ണ യൗവനകാലത്തും പിന്നീട് അങ്ങോട്ട് മരണം വരെയും യാതൊരു ഉൾക്കുത്തും കൂടാതെ പല സ്ത്രീകളെയും മാറി മാറി പ്രാപിച്ചിട്ടുണ്ട്. കൊളംബോയിലെ ചിലിയൻ നയതന്ത്രജ്ഞനായിരിക്കുന്ന കാലത്തും പരദേശ കാഴ്ചയിൽ അഭിരമിച്ച് പല ദേഹങ്ങളിൽ പര്യവേക്ഷണം നടത്തുന്ന പതിവ് തനിക്കുണ്ടായിരുന്നുവെന്ന് നെരൂദ എഴുതിയിട്ടുണ്ട്. ദ കംപ്ലീറ്റ് മെമ്പേഴ്സിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്: ആ ഉഷ്ണമേഖലാ തീരത്ത് എൻ്റെ ശരീരം രാവും പകലും ജ്വലിക്കുന്ന ഏകാന്തതയുടെ അഗ്നികുണ്ഡമായിരുന്നു. അക്കാലത്ത് പല നിറങ്ങളിലുമുള്ള സ്ത്രീകൾ എൻ്റെ കോട്ടേജിലെ കിടപ്പറ സന്ദർശിക്കുമായിരുന്നു. ദ്രാവിഡ രക്തമുള്ള ഇരുണ്ടവരും സ്വർണ്ണ നിറമാർന്ന ഇംഗ്ലീഷ് സ്ത്രീകളും ആഫ്രിക്കക്കാരികളുമെല്ലാം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഉല്ലാസപ്രിയരായി എൻ്റെ ശയ്യയിൽ വന്നുപോയി എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ ചിലത് പറഞ്ഞു വെച്ച കൂട്ടത്തിലാണ് ഏറെ നിസ്സാരമെന്നോണം ഓർമ്മക്കുറിപ്പുകളിൽ ബലാത്സംഗത്തെക്കുറിച്ചുള്ള നെരൂദയുടെ കുറ്റസമ്മതവും കടന്നു വരുന്നത്. സിലോണിൽ വെച്ച് താൻ കണ്ടുമുട്ടിയ ഏറ്റവും സുന്ദരിയായ സ്ത്രീ എന്നാണ് അവരെ നെരൂദ വിശേഷിപ്പിക്കുന്നത്. ആ കണ്ടുമുട്ടൽ തന്നെ തികച്ചും യാദൃച്ഛികമായിരുന്നു. സിലോണിലെത്തിയ നെരൂദയ്ക്ക് കോട്ടേജിലെ ടോയ്ലറ്റ് എവിടെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നില്ല. കുളിമുറികളിൽ എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കുളിമുറിക്ക് പുറത്ത് വീടിൻ്റെ പിൻവശത്തായിട്ടായിരുന്നു. മുകളിൽ തുളയുള്ളൊരു മരത്തിൻ്റെ ചതുരപ്പെട്ടി. അങ്ങനെ ഒരു ടോയ്ലറ്റ് നെരൂദ ആദ്യമായിട്ടാണ് കാണുന്നത്. ചിലിയിൽ അദ്ദേഹം അതുവരെ കണ്ടു ശീലിച്ചിട്ടുള്ള ടോയ്ലറ്റുകൾ വലിയ ടാങ്കുകൾക്ക് മുകളിൽ ഒരു ദ്വാരം എന്ന പോലെയാണ് ഉണ്ടായിരുന്നത്. സിലോണിലെ ഈ ചതുരപ്പെട്ടിക്കുള്ളിലാണെങ്കിൽ ഒരു ലോഹപാത്രത്തിലാണ് വിസർജ്യം ശേഖരിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അതേസമയം എല്ലാ ദിവസവും നെരൂദ ചെല്ലുമ്പോൾ ഇത് ദുർഗന്ധമില്ലാതെ വൃത്തിക്കും ഇരുന്നിരുന്നു. ഇതെവിടേക്കാണ് അപ്രത്യക്ഷമാകുന്നത് എന്നൊരു കൗതുകം കവിക്കുണ്ടായിരുന്നു. ഒരു ദിവസം കാത്തിരുന്ന് അദ്ദേഹം അതിനുള്ള ഉത്തരം കണ്ടെത്തി. തുടർന്ന് നടന്നത് നെരൂദയുടെ തന്നെ വാക്കുകളിലുണ്ട്. തമിഴ് ഓഫ് എ പരയ കാസ്റ്റ് എന്നാണ് നെരൂദ എഴുതി തുടങ്ങുന്നത്. ചോപ്പും സ്വർണ്ണമഞ്ഞയും നിറത്തിലുള്ള വളരെ വില കുറഞ്ഞ ഒരു സാരി മാത്രമാണ് ആ ദേഹത്തുള്ള വേഷം. മൂക്കിൻ്റെ 2 വശത്തുമായി തിളങ്ങുന്ന 2 കുഞ്ഞു ചുവന്ന കല്ലുകളും 2 കാലുകളിലുമായി ഓരോ തടിച്ച തളകളുമുണ്ട്. അങ്ങനെ ഏറെക്കുറെ ആലക്തികമായ ആ രൂപം തലയിൽ മാലിന്യം കോരുന്ന അഴുക്കുപാത്രമായി നടന്നു പോകുന്നത് അന്ന് ഞാൻ ആദ്യമായി കണ്ടു. ഒരിക്കൽ അവളോട് ഞാൻ എൻ്റെ ഇംഗിതം അറിയിച്ചു. പക്ഷേ അനുകൂലമായ മറുപടിയോ പെരുമാറ്റമോ ഉണ്ടായില്ല. പിന്നെ ഞാൻ അവൾ നടന്നു പോകുന്ന വഴിയിൽ പലയിടത്തും അവൾക്കായി സമ്മാനങ്ങൾ സ്ഥാപിച്ചു. കണ്ടിട്ടും കാണാത്ത മട്ടിൽ അവൾ നടന്നു നീങ്ങി. എൻ്റെ പിൻവിളികളെ നിരന്തരം കേട്ടില്ലെന്ന് നടിച്ചു. ഇങ്ങനെ കുറേ ദിവസം പിന്നിട്ടതോടെ തൻ്റെ ലക്ഷ്യം നടക്കുകയില്ല എന്ന ബോധ്യം വന്നപ്പോൾ നെരൂദ ഈ സ്ത്രീയെ ഒരു ദിവസം കടന്നുപിടിച്ച് കിടക്കയിലേക്ക് ബലമായി കൊണ്ടുവരികയായിരുന്നു. എണ്ണമറ്റ പട്ടാള അട്ടിമറികളും വംശീയ സംഘർഷങ്ങളും കൊണ്ട് ചരിത്രത്തിൽ ഒരിക്കലും വിശ്രമമില്ലാതിരുന്നൊരു ജനതയെ സ്വേച്ഛാധിപത്യത്തിനെതിരെ അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത കാൽപ്പനിക കവിയുടെ കായബലത്തിൻ്റെ സമഗ്രാധിപത്യത്തിനു കീഴിൽ അന്ന് ആ കീഴാള യുവതി ഞെരിഞ്ഞമർന്നുപോയി. ലജ്ജാലുവായ ഒരു കാട്ടുജന്തു എന്ന വംശീയത മുറ്റിയ വിശേഷണമാണ് ഈ സാഹചര്യത്തിൽ പോലും നെരൂദ ആ പെൺകുട്ടിക്ക് നൽകിയിട്ടുള്ളത്.
ആ തമിഴ് യുവതിയുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചുകൊണ്ട് നെരൂദ അവളുടെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കി. ഒരു പുരുഷനും ശിലയും തമ്മിൽ സംഗമിക്കും പോലെ ആയിരുന്നു അത്. ആ സംഗമത്തിൽ ഉടനീളം അവൾ യാതൊരു പ്രതികരണവുമില്ലാതെ കണ്ണുകൾ തുറന്നു കടന്നു. അവൾക്ക് എന്നോട് അപ്പോൾ ഉള്ളിൽ വെറുപ്പ് തോന്നി കാണും, അത് സ്വാഭാവികമാണ്. എന്തായാലും ഞാൻ എൻ്റെ ആ പ്രവൃത്തി പിന്നീട് ആവർത്തിച്ചില്ല എന്നാണ് നെരൂദ എഴുതിയ ഏറ്റവും ദയാരഹിതമായ വരികൾ. നിന്റെ അഗാധ വിഷാദമുള്ള കണ്ണുകളിലാണ് സ്വപ്നങ്ങളുടെ കര ആരംഭിക്കുന്നത് എന്ന് കാൽപ്പനികമായി എഴുതിയ അതേ കവി തന്നെയാണ് ശ്രീലങ്കൻ കടലോരത്ത് തോട്ടുജോലി ചെയ്യുന്ന ഒരു കീഴാള യുവതിയെ അക്രമാസക്തമായി കീഴ്പ്പെടുത്തിയത് എന്നതാണ് വൈരുദ്ധ്യം. ജീവിച്ചിരിക്കെ അങ്ങനെയൊരു ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകം അച്ചടിച്ചു പ്രസിദ്ധപ്പെടുത്താനുള്ള ആർജവമോ ആത്മധൈര്യമോ ഒന്നും നെരൂദയ്ക്ക് ഉണ്ടായിരുന്നില്ല. 1929 നടന്ന ഈ കൃത്യത്തെക്കുറിച്ച് നെരൂദ തൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് പുറം ലോകം കാണുന്നത് 74 അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ഐ കൺഫെസ് ഐ ഹാവ് ലിവ്ഡ് എന്ന പേരിൽ ഈ ഓർമ്മക്കുറിപ്പുകൾ അച്ചടി മഷി പുരണ്ടപ്പോൾ മാത്രമാണ്. അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം ദ കംപ്ലീറ്റ് മെമ്മേഴ്സ് എന്ന പേരിൽ പുറത്തു വരുന്നത് പിന്നെയും 3 വർഷങ്ങൾക്ക് ശേഷമാണ്. എന്തായാലും ആ പുസ്തകത്തിൽ നെരൂദ തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞതോടെ തകർന്നു വീണത് വലിയൊരു വിഗ്രഹമാണ്. വരൂ, ഈ തെരുവുകളിലെ രക്തം കാണൂ എന്ന് വിളിച്ചു പറഞ്ഞ കവി അന്ന് കാണാതിരുന്ന കീഴാള സ്ത്രീയുടെ സഹനങ്ങൾ അങ്ങനെ ലോകമെങ്ങും അറിഞ്ഞു. 2018 പിന്നീട് സാന്റിയാഗോ വിമാനത്താവളത്തിന് കവിയുടെ പേരിടാൻ ചിലിയൻ അധോസഭയുടെ സാംസ്കാരിക സമിതി തീരുമാനിച്ചപ്പോഴും കടുത്ത വിമർശനമുയർന്നു. രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളെ തുടർന്ന് ആ തീരുമാനത്തിൽ നിന്ന് അന്ന് ചിലിയൻ ഗവൺമെന്റിന് പിന്മാറേണ്ടി വന്നു. അശോക ഹന്തഗാമിയുടെ സംവിധാനത്തിൽ 2021 പുറത്തു വന്ന അൽബൊറാഡ എന്ന ചലച്ചിത്രം ഇതേ സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ്. നെരൂദ ബലാത്സംഗം ചെയ്തതിനാൽ താൻ മലിനയായി എന്ന് കരുതി ശരീരം ശുദ്ധീകരിക്കാൻ കടലിലേക്ക് ഇറങ്ങുന്ന തമിഴ് യുവതി ആഴങ്ങളിലേക്ക് പോകുന്നിടത്താണ് ആ സിനിമ അവസാനിപ്പിക്കുന്നത്. 2022 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലും ഈ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. നെരൂദയുടെ ജീവിതത്തിലെ ഒരുപക്ഷെ അധികമാർക്കും അറിയാത്ത ഈ എപ്പിസോഡിനെ കുറിച്ച് ഇത്രയും വിശദമായി തന്നെ പറഞ്ഞു വെച്ചത് അത് ബാക്കിയാക്കുന്ന ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കൂടിയാണ്. അത് കലാസൃഷ്ടിയും കലാകാരൻ്റെ ധാർമ്മികതയും തമ്മിലുള്ള ബന്ധമാണ്. ആ ചോദ്യം ചരിത്രത്തിൽ ഇന്നുവരെ കാരണമായിട്ടുള്ളത് എണ്ണമറ്റ സംവാദങ്ങൾക്കാണ്. ഇത്രയും പറഞ്ഞ ശേഷം ഇവിടെ അവശേഷിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: കലയെ കലാകാരനിൽ നിന്ന് വേർപെടുത്തി ആസ്വദിക്കുക സാധ്യമാണോ? ലബ്ധപ്രതിഷ്ഠരായ പല കലാകാരന്മാർക്കും നേരെ ദിനംപ്രതി ലൈംഗികാരോപണങ്ങൾ ഉയർന്നു വരുന്ന ഇന്നത്തെ കാലത്ത് ഈ ചോദ്യം എന്തുകൊണ്ടും ഏറെ പ്രസക്തമാണ്. 1930 ഫെബ്രുവരിയിൽ ചിലിയൻ വിദേശകാര്യ മന്ത്രാലയം നെരൂദയെ വീണ്ടും സ്ഥലം മാറ്റി. ഇത്തവണ കുറെ കൂടി ഭേദപ്പെട്ട ഒരിടത്തേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ. സിലോണിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് കപ്പൽ കയറിയപ്പോൾ നെരൂദ ബ്രാംപി എന്ന തൻ്റെ സേവകനെ പരസ്യമായും കിരിയ എന്ന തൻ്റെ കീരിക്കുട്ടിയെ രഹസ്യമായും കൂടെ കൂട്ടി. സിംഗപ്പൂരിൽ ചെന്ന് ലാൻഡ് ചെയ്തപ്പോഴാണ് പോസ്റ്റിംഗ് സിംഗപ്പൂരിലല്ല, ഇന്നത്തെ ഇന്തോനേഷ്യയുടെ ഭാഗമായ അന്നത്തെ ബട്ടാവിയ ദ്വീപിലാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. അതോടെ അവർ അടുത്ത കപ്പലിൽ അങ്ങോട്ടേക്ക് വെച്ചുപിടിച്ചു. ഡച്ച് കൊളോണിയൽ ഭരണത്തിന് കീഴിലായിരുന്നു അന്ന് ബട്ടാവിയ ദ്വീപ് പുലർന്നിരുന്നത്. ദ്വീപിലെ ഏതോ ഹോട്ടലിൽ നെരൂദ തൽക്കാലത്തേക്ക് ഒരു മുറിയെടുക്കുന്നു. അവിടെ കഴിയുന്നതിനിടയ്ക്ക് പക്ഷേ ചെറിയൊരു പ്രശ്നം പറ്റി. നെരൂദയുടെ സന്തത സഹചാരിയും പ്രിയ വളർത്തുമൃഗവുമായിട്ടുള്ള കിരിയ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു. പിന്നീട് ഒരിക്കലും കിരിയെ കാണാനുള്ള ഭാഗ്യം കവിക്ക് ഉണ്ടാവുന്നില്ല. അധികം വൈകാതെ തന്നെ സേവകൻ ബ്രാംപിയും അപ്രത്യക്ഷനായി. അതോടെ കവിയുടെ ഏകാന്തത കൂടുതൽ കടുത്തു. ഇത്തവണ പക്ഷേ നെരൂദയ്ക്ക് പ്രൊമോഷനോടെ ആയിരുന്നു ട്രാൻസ്ഫർ. 1930 വേനൽക്കാലത്ത് കവി മരിയ അന്റോണിയേറ്റ എന്ന പേരുള്ള ഒരു യുവ ഡച്ച് വനിതയെ കണ്ടുമുട്ടുന്നു. നല്ല ഉയരമുള്ള സൗമ്യശീലയായ എന്നാൽ കലയിലോ സാഹിത്യത്തിലോ ലെവലേശം കമ്പമില്ലാത്തൊരു യുവതി എന്നാണ് നെരൂദ അവരെക്കുറിച്ച് എഴുതുന്നത്. കണ്ടുമുട്ടുമ്പോൾ മരിയയ്ക്ക് 30ഉം നെരൂദയ്ക്ക് 26ഉമായിരുന്നു പ്രായം. എന്നാലും 1930 ഡിസംബർ 6-ാം തീയതി നെരൂദയും മരിയയും തമ്മിൽ വിവാഹിതരാകുന്നു. ചിലിയിലെ കുടുംബത്തിന് വിവാഹം കഴിഞ്ഞ ഉടനെ എഴുതിയ കത്തിൽ നെരൂദ കുറിച്ചത്: നിങ്ങളുടെ മകൻ ഒരു ഒറ്റത്തടിയായി കഴിഞ്ഞുകൂടുന്നു എന്നുള്ള വേവലാതി ഇനി വേണ്ട, എനിക്കൊരു പെൺകുട്ടിയെ കൂട്ടിന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വരുമാനം കുറവാണ് എങ്കിലും സന്തോഷവും സ്വൈരവും വേണ്ടുവോളമുണ്ട്. 1929 ഓഹരി വിപണിയിൽ ഉണ്ടായിട്ടുള്ള തകർച്ചയെ തുടർന്ന് അതിനിടയ്ക്ക് ചിലിയൻ ഗവൺമെൻറ് സാമ്പത്തിക പ്രതിസന്ധിയിലാവുന്നുണ്ട്. ചെലവുകൾ പലതും വെട്ടിച്ചുരുക്കാൻ അന്ന് തീരുമാനമുണ്ടാകുന്നു. അതിൻ്റെ പ്രതിഫലനങ്ങൾ അങ്ങ് ബട്ടാവിയ വരെയും എത്തുന്നു. വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ 1931 മാർച്ചോടെ നെരൂദയുടെ ശമ്പളം പകുതിയാക്കി വെട്ടിച്ചുരുക്കപ്പെട്ടു. 1 വർഷം കഴിഞ്ഞതോടെ ചിലിയുടെ പല വിദേശ കോൺസുലേറ്റുകളും പൂട്ടിപ്പോകുന്നു. ജീവനക്കാരെ പിരിച്ചുവിടുന്നു. ആ കൂട്ടത്തിൽ നെരൂദയുടെ ജോലിയും തെറിക്കുന്നു. നെരൂദയും ഭാര്യയും ജോലി നഷ്ടപ്പെട്ട് കയ്യിൽ 5 കാശിൻ്റെ നീക്കിയിരിപ്പില്ലാതെ തിരികെ സാന്റിയാഗോ നഗരത്തിലേക്ക് മടങ്ങിയെത്തുന്നു. തിരികെ എത്തിയ കവിക്ക് സ്നേഹിതർ ചേർന്ന് പുതിയൊരു ലാവണം സംഘടിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോഴേക്കും നെരൂദ കഴിഞ്ഞ 5 വർഷമായിട്ട് താൻ എഴുതിക്കൊണ്ടിരുന്ന റെസിഡൻസിയ എൻ ലാ ടിയാര എഴുതി പൂർത്തിയാക്കിയിരുന്നു. 100 കോപ്പികൾ മാത്രമുള്ള ഒരു സ്പെഷ്യൽ ലക്ഷറി എഡിഷനാണ് ആദ്യം പുറത്തിറങ്ങുന്നത്. 1933 നെരൂദയ്ക്ക് വീണ്ടും വിദേശകാര്യ വകുപ്പിൽ നിന്ന് ഒരു വിളി വരുന്നു. അർജന്റീനയിലെ ബ്യൂണസ് ഐരീസിലെ ചിലിയൻ കോൺസുൽ പദവിയിലേക്കാണ് പുതിയ നിയമനം.
വിദേശകാര്യ വകുപ്പിൽ നിന്ന് കിട്ടിയ കഴിഞ്ഞ തവണത്തെ നിയമനങ്ങളെക്കാളൊക്കെ ഭേദമായിരുന്നു ഇത്തവണത്തെ നിയമനം. ബ്യൂണസ് ഐറിസിൽ നെരൂദയ്ക്ക് കലാസാഹിത്യ രംഗത്തെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള ലോർക്കെ അടക്കമുള്ള നിരവധി സ്നേഹിതരെ ഒത്തുകിട്ടുന്നു. അവിടെ അദ്ദേഹം 9 മാസത്തോളം ചെലവിടുന്നു. അതിനു പിന്നാലെ അടുത്ത സ്ഥലം മാറ്റം. ഇക്കുറി ചിലിയുടെ സ്പാനിഷ് കോൺസുലായി ബാഴ്സലോണയിലേക്ക്. അവിടെ മാസങ്ങൾ ചെലവിട്ട ശേഷം നെരൂദ വാസം മാഡ്രിഡ് നഗരത്തിലേക്ക് മാറ്റി. മാഡ്രിഡിൽ കാസ ഡെ ല ഫ്ലോറസ് അഥവാ പൂക്കളുടെ വീട് എന്ന പേരിൽ ഒരു വാസസ്ഥാനം ഒരുക്കി നെരൂദ സ്പാനിഷ് സാഹിത്യത്തിലെ സമശീർഷരുമൊത്ത് അടുത്തിടപഴകി. അങ്ങനെ നെരൂദ പരിചയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഡെലിയ ഡെൽ കാരിൽ എന്നു പേരുള്ള ഒരു അർജന്റീൻ പെയിന്റർ. വർഷങ്ങളായി ബാഴ്സലോണയിൽ കഴിയുന്ന ഡെലിയ നെരൂദയേക്കാൾ 20 വയസ്സിന്റെ മൂപ്പുള്ള സുന്ദരിയും ബുദ്ധിമതിയുമായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ചുറുചുറുക്കിന്റെ ആൾരൂപമായ ഡെലിയോട് നെരൂദയ്ക്ക് ആദ്യമായി കണ്ട അന്നു തൊട്ട് തന്നെ അനുരാഗം ഉദിക്കുന്നുണ്ട്. ഡെലിയുടെ പ്രസരിപ്പിനെ സൂചിപ്പിക്കാൻ അന്ന് നെരൂദ അവൾക്കിട്ട പേര് ലാ ഹോർമിഗ്യൂട്ട അഥവാ ചോണനുറുമ്പ് എന്നായിരുന്നു. 1934 ഡിസംബർ 6 യൂണിവേഴ്സിറ്റി ഓഫ് മാഡ്രിഡിൽ നടന്ന ഒരു ലെക്ചറിൽ വെച്ച് ലോർക്ക നെരൂദയെ ലോകം കണ്ട ഏറ്റവും പ്രതിഭാധനനായ ലാറ്റിൻ അമേരിക്കൻ കവി എന്ന് സദസ്സിന് പരിചയപ്പെടുത്തുന്നു. നെരൂദയുടെ കവിതകൾക്ക് മഷിയേക്കാൾ ബന്ധം ചോരയുമായിട്ടാണ് എന്ന് ആ പ്രസംഗത്തിൽ ലോർക്ക പറഞ്ഞു. 1935 വസന്തത്തിൽ ഫ്രെഡറിക്കോ ഗാർഷ്യ ലോർക്കയ്ക്ക് ഒരു ഭാവഗീതം എന്ന ശീർഷകത്തിൽ പ്രിയ സ്നേഹിതനുള്ള നന്ദി സൂചകമായി നെരൂദയും ഒരു കവിത എഴുതുന്നു. എഴുത്തും വായനയും സാഹിത്യരംഗത്തെ മറ്റു സൗഹൃദങ്ങളും എല്ലാം അസാമാന്യമാം വിധത്തിൽ ഉഷാറായി മുന്നോട്ട് പോകുമ്പോഴും നെരൂദയുടെ ഉള്ളിൽ വലിയൊരു കല്ലിരിപ്പുണ്ടായിരുന്നു. ആയിടെ മരിയയിൽ ജനിച്ച മാൽവ മരീന എന്ന നെരൂദയുടെ പെൺകുഞ്ഞിന്റെ ആരോഗ്യനില പരുങ്ങലിലായിരുന്നു. തലയിൽ നീരുകെട്ടുന്ന ഹൈഡ്രോസെഫാലിസ് എന്ന രോഗമായിരുന്നു ആ കുട്ടിക്ക്. മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ ഓടിച്ചാടി നടന്നും ചിരിച്ചു കളിച്ചും ജീവിതം ആസ്വദിക്കാൻ തൻ്റെ കുട്ടിക്കാവുന്നില്ല എന്ന വിമിഷ്ടം നെരൂദയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. 1935 സ്പെയിൻ ഒരു ആഭ്യന്തര കലാപത്തിന്റെ വക്കോളമെത്തി. അൽഫോൺസോ 13 രാജാവ് സ്ഥാനമൊഴിഞ്ഞതോടെ രാജ്യം പലതായി വിഘടിച്ചു നിൽക്കുകയായിരുന്നു. 1936 രാജ്യത്ത് കുഞ്ഞു കുഞ്ഞു സൈനിക കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. സ്പാനിഷ് സിവിൽ വാർ എന്ന് പിന്നീട് അറിയപ്പെട്ട 3 വർഷത്തോളം നീണ്ടുനിന്ന ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ അന്ന് നിയുക്തനാകുന്നത് ജനറൽ ഫ്രാങ്കോ എന്നു പേരുള്ള ഒരു സൈന്യാധിപനാണ്. കലാപം മൂർച്ഛിച്ചിരുന്ന കാലത്ത് ഈ ഫ്രാങ്കോയുടെ കിങ്കരന്മാർ നെരൂദയുടെ പ്രിയ സ്നേഹിതൻ ലോർക്കയെ പിടികൂടി ഉന്മൂലനം ചെയ്തു കളയുന്നു. അത് നെരൂദയിലെ കവിയുടെ രാഷ്ട്രീയ ചായ്വിനെ തന്നെ പുനർനിർവചിച്ചു. ഒരു ഡിപ്ലോമാറ്റ് എന്ന നിലയിൽ വിദേശ രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയ കലഹങ്ങളിൽ പക്ഷം പിടിക്കാൻ പാടുള്ളതല്ല. എന്നാലും സ്പെയിനിന്റെ മണ്ണിലൂടെ അലയടിച്ച് ഉയർന്നു വന്നുകൊണ്ടിരുന്ന ആ റിപ്പബ്ലിക്കൻ തിരമാലയ്ക്കൊപ്പം നിൽക്കാൻ തന്നെ കവി തീരുമാനിക്കുന്നു. ഈ സമയത്താണ് നെരൂദ സ്പെയിൻ ഇൻ ദ ഹാർട്ട് എന്ന തന്റെ കൃതി എഴുതി തുടങ്ങുന്നത്. അത് പിന്നീട് ചരിത്രത്തിൽ സ്പാനിഷ് സിവിൽ വാറിന്റെ ഇരകൾക്കുള്ള ഒരു സമർപ്പണമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. 1936 നവംബർ ആയപ്പോഴേക്കും ജനറൽ ഫ്രാങ്കോയുടെ പട്ടാളം മാഡ്രിഡ് നഗരത്തെ അവരുടെ കൈവെള്ളയിൽ എടുത്തു കഴിഞ്ഞിരുന്നു. നെരൂദ അടക്കമുള്ള വിപ്ലവകാരികളെ തേടി ഏത് നിമിഷം വേണമെങ്കിലും പട്ടാളം എത്താം എന്ന അവസ്ഥയായി. മാഡ്രിഡിൽ നിന്ന് പലായനം ചെയ്തേ തീരൂ എന്ന് നെരൂദയ്ക്ക് തോന്നി തുടങ്ങി. അദ്ദേഹം നേരെ ബാഴ്സലോണയ്ക്ക് തീവണ്ടി കയറി അവിടെ ചെന്ന് ഭാര്യയും മക്കളെയും കൂട്ടി ഫ്രാൻസിലേക്ക് നാടുവിട്ടു. ഭാര്യയും മകളെയും ഫ്രാൻസിലെ മോണ്ടെ കാർലോ പട്ടണത്തിലെ ഒരു ചെറിയ വീട്ടിൽ കൊണ്ട് പാർപ്പിച്ച ശേഷം നെരൂദ നേരെ പാരീസ് നഗരം ലക്ഷ്യമിട്ട് പുറപ്പെട്ടു. പാരീസിൽ കവിയെ കാത്ത് സ്പാനിഷ് റിപ്പബ്ലിക്കിനെ പിന്തുണയ്ക്കുന്നവരുടെ ചില പ്രൊജക്ടുകൾ ഉണ്ടായിരുന്നു. 1937 തുടക്കത്തിൽ ഡെലിയ എന്ന നെരൂദയുടെ മാഡ്രിഡിലെ സ്നേഹിത പാരീസിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെത്തി. പിന്നീട് ആ മഹാനഗരത്തിൽ അവർ ഇരുവർക്കുമിടയിൽ കത്തിപ്പടർന്നത് ഏറെ ഭ്രാന്തമായ ഒരു പ്രണയം തന്നെയാണ്. പാരീസ് നഗരത്തിലെ എലീറ്റ് ലിറ്റററി സർക്യൂട്ടുകളിൽ നല്ല സ്വാധീനമുണ്ടായിരുന്ന ഡെലിയ നെരൂദയെ ആ സർക്കിളുകളിലെല്ലാം പരിചയപ്പെടുത്തി കൊടുത്തു. അതിനിടയ്ക്ക് ചിലിയൻ ഗവൺമെന്റ് നെരൂദയുടെ കോൺസുലർ ഡ്യൂട്ടി അവസാനിപ്പിക്കുന്നു. അതോടെ അദ്ദേഹത്തിന്റെ വരുമാനവും നിലച്ചു പോകുന്നു. ജോലിയില്ലാതെ ആയതോടെ പിന്നീട് മോണ്ടെ കാർലോയിൽ പാർപ്പിച്ചിരുന്ന ലന്തക്കാരിയായിട്ടുള്ള ഭാര്യ മരിയയും സുഖമില്ലാത്ത മകളെയും പോറ്റാനുള്ള നിവൃത്തി നെരൂദയ്ക്ക് ഇല്ലാതെയായി. മണി ഓർഡർ വരുന്നതും കാത്തിരുന്നും അടുത്ത മരിയ ഒടുവിൽ മകളെയും കൂട്ടി നെതർലാൻഡ്സിലെ തന്റെ വീട്ടിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു. ജീവിതത്തിൽ ഒരിക്കലും പിന്നീട് കവിക്ക് തന്റെ ഭാര്യയോ മകളെയോ കാണാനുള്ള നിയോഗമുണ്ടായതുമില്ല. വർഷങ്ങളായി പാരീസ് നഗരത്തിൽ പാർക്കുന്ന ഡെലിയ നെരൂദയേക്കാൾ 20 വയസ്സിന്റെ മൂപ്പുള്ള സുന്ദരിയും ബുദ്ധിമതിയുമായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അവിടുന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ പുതിയ പ്രണയിനി ഡെലിയ തന്നെയായി നെരൂദയുടെ സന്തത സഹചാരി. 1940 വീണ്ടും നെരൂദയെ തേടി ചിലിയൻ ഫോറിസ്റ്റ് സർവീസിൽ നിന്ന് ഒരു അപ്പോയിൻമെന്റ് ഓർഡർ വരുന്നു. ഇത്തവണ മെക്സിക്കോയിലെ ചിലിയൻ കോൺസുലായിട്ടായിരുന്നു നിയമനം. 1940 ജൂലൈയിൽ നെരൂദയും ഡെലിയും മെക്സിക്കോയ്ക്ക് കപ്പൽ കയറി. മെക്സിക്കോ സിറ്റിയിൽ സാമാന്യം വലിയൊരു വീട് തന്നെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് അവർ പാർപ്പുറപ്പിച്ചു. അത് പിന്നീട് അങ്ങോട്ട് മെക്സിക്കോയിലെ സ്പാനിഷ് കലാകാരന്മാരുടെയും എഴുത്തുകാരുടെയും സ്ഥിര സന്ദർശന കേന്ദ്രമായി മാറി. 2ാം ലോക മഹായുദ്ധത്തിൽ മെക്സിക്കോ സ്വീകരിച്ചിരുന്നത് ഒരു ന്യൂട്രൽ പൊസിഷൻ ആയിരുന്നതുകൊണ്ട് കാര്യമായ യുദ്ധക്കെടുതികളൊന്നും തന്നെ അന്ന് രാജ്യത്തിന് നേരിടേണ്ടി വന്നിരുന്നില്ല. നയതന്ത്ര ജോലികൾ ഒതുങ്ങുന്ന നേരത്ത് നെരൂദ തന്റെ എഴുത്തുമുറിയിലേക്ക് പതിയെ പിൻവലിയും.
ഈ കാലത്താണ് കാൻഡോ ജനറൽ എന്ന പുതിയ കവിതാ സമാഹാരത്തെക്കുറിച്ച് നെരൂദ ആലോചിക്കുന്നത്. അത് ചിലിയിലെ ജനങ്ങളുടെ കഥ പറയുന്ന ഒരു എപ്പിക് കവിതാ സമാഹാരമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട പച്ചമഷിയിൽ കുനുകുന അക്ഷരങ്ങളിൽ കുറിച്ചിടുന്ന വരികളെല്ലാം തന്നെ നെരൂദ അന്ന് എഴുതി പൂർത്തിയാകുന്ന മുറയ്ക്ക് കാമുകി ഡെലിയെ കാണിക്കുമായിരുന്നു. 1943 തുടക്കത്തിൽ നെരൂദ കാൻഡോ ജനറൽ എന്ന ഈ പുസ്തകത്തിലെ ആദ്യത്തെ ചില കവിതകൾ മെക്സിക്കോയിൽ വെച്ച് അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തി. തുടക്കത്തിൽ നെരൂദ കവിതകളെ കാൻഡോ ജനറൽ ഡി ചിലി എന്നാണ് വിളിച്ചിരുന്നത് എങ്കിലും അധികം വൈകാതെ തന്നെ അത് ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ ആത്മാവിനെ ഒന്നടങ്കം സ്പർശിച്ച ഭാവഗീതങ്ങളായി മാറി. നെരൂദയ്ക്ക് 39 വയസ്സ് തികയുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹത്തെ തേടി ഒരു ഔദ്യോഗിക സന്ദേശമെത്തി. ആദ്യ ഭാര്യ മറിയ അദ്ദേഹത്തിൽ നിന്ന് ഔപചാരികമായി തന്നെ വിവാഹമോചനം നേടിയിരിക്കുന്നു എന്നറിയിക്കുന്ന ഒരു കോടതി ഉത്തരവായിരുന്നു അത്. എന്തായാലും അങ്ങനെ ഒന്നും ഉണ്ടായതിന് പിന്നാലെ നെരൂദ പാട്ടും കവിതാലാപനവും ഒക്കെയായി ആഘോഷപൂർവ്വം നടത്തപ്പെട്ട ഒരു ഔപചാരിക ചടങ്ങിലൂടെ ഡെലിയ ഡെൽ കാരൽ എന്ന ദീർഘകാല കാമുകിയെ തൻ്റെ രണ്ടാം ഭാര്യയായി സ്വീകരിച്ചു. അപ്പോഴേക്കും തൻ്റെ എഴുത്തുകളിലൂടെ വലിയൊരു പബ്ലിക് ഫിഗറായി പാബ്ലോ നെരൂദ മാറിക്കഴിഞ്ഞിരുന്നു. യൂറോപ്പിലെ ഫാഷിസ്റ്റ് ശക്തികളെ ചെറുക്കുന്ന കമ്മ്യൂണിസ്റ്റുകളോടുള്ള കവിയുടെ അനുഭാവം അപ്പോഴേക്കും പരസ്യമായ രഹസ്യമായിരുന്നു. സ്പാനിഷ് സിവിൽ വാർ കാലത്ത് ആരംഭിച്ച ആ അടുപ്പം രണ്ടാം ലോക മഹായുദ്ധത്തിലൂടെ കൂടുതൽ ശക്തി ആർജിച്ചിരുന്നു. 1944 ചിലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെരൂദയോട് പാർട്ടിക്ക് വേണ്ടി അറ്റക്കമ്മ മരുഭൂമിയിലെ 2 പ്രൊവിൻസുകളിൽ നിന്നുള്ള സെനറ്റർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ആവശ്യപ്പെടുന്നു. തൻ്റെ കവിതകൾ പരസ്യമായി ആലപിച്ചുകൊണ്ട് പ്രചാരണം നടത്താൻ കവി തയ്യാറാവുന്നു. 1945 മാർച്ചിൽ സെനറ്റർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടെത്തുന്ന നെരൂദ ജൂലൈയിൽ ചിലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഔപചാരികമായി അംഗത്വം നേടുന്നു. അക്കൊല്ലം മെയ്യിൽ നെരൂദയെ തേടി ചിലിയിലെ ദേശീയ സാഹിത്യ പുരസ്കാരവും എത്തുന്നു. നാഷണൽ ലിറ്ററേച്ചർ പ്രൈസ് നേടുന്ന ചിലിയിലെ ആദ്യത്തെ കവിയായിരുന്നു അന്ന് പാബ്ലോ നെരൂദ. 1948 കമ്മ്യൂണിസ്റ്റുകളുടെ പിന്തുണയോടെ നെരൂദ നേരിട്ട് ക്യാമ്പയിൻ ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ടെത്തിയ ഗബ്രിയൽ ഗോൺസാലസ് വിഡേല എന്ന ചിലിയൻ പ്രസിഡന്റ് അമേരിക്കൻ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് ഓശാന പാടാൻ തുടങ്ങിയതോടെ നെരൂദ അയാൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. ആദ്യത്തെ പ്രതികരണം വെനസ്വേലയിലെ ഒരു പത്രത്തിൽ അച്ചടിച്ചു വന്ന ഒരു വിമർശന ലേഖനമായിരുന്നു. അടുത്തതായി ചിലിയൻ സെനറ്റിൽ ഒരു തീപ്പൊരി പ്രസംഗം കൂടി നടത്തിയതോടെ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് പ്രതികാര നടപടികളുണ്ടായി. നെരൂദയുടെ സെനറ്റർ പദവി റദ്ദാക്കപ്പെട്ടു. സ്വന്തം നാട്ടിൽ നെരൂദ ഒരു പിടികിട്ട പുള്ളിയായി മാറി. ഏത് നിമിഷം വേണമെങ്കിലും കവി തുറുങ്കിലടക്കപ്പെടാം എന്ന അവസ്ഥ വന്നു. അറസ്റ്റ് ആസന്നമായതോടെ 48 കവി ഒളിവിൽ പോയി. ആദ്യത്തെ ഒരു വർഷം സ്വന്തം നാട്ടിൽ തന്നെ അജ്ഞാതവാസമായിരുന്നു കവിയും ഭാര്യയും. ആഴ്ചയ്ക്ക് വീട് മാറി താമസിക്കും. അന്ന് ചിലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെരൂദയുടെ സുരക്ഷിതത്വം ഉറപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു വിദ്യാർത്ഥി നേതാവിനെ പേഴ്സണലായി അദ്ദേഹത്തിന് അസൈൻ ചെയ്തു കൊടുത്തിരുന്നു. ഒടുവിൽ 1949 മാർച്ചിൽ കട്ടിക്കണ്ണട ധരിച്ച് നീളം താടിയൊക്കെ വെച്ച് വേഷപ്രച്ഛന്നനായി ദക്ഷിണ ചിലിയിലെ ചെങ്കുത്തായ മലനിരകളിലൂടെ കുതിരപ്പുറത്ത് കയറി ദിവസങ്ങളോളം നീണ്ടുനിന്ന ദുരിതയാത്രയ്ക്ക് ശേഷം നെരൂദ അർജന്റീനയിൽ എത്തുന്നു. എന്നാൽ അർജന്റീനയിൽ ചെന്നിട്ടും അദ്ദേഹത്തിന് പരസ്യമായി ഇറങ്ങി നടക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നില്ല. കവിയുടെ പേരിൽ ചിലിയൻ ഗവൺമെന്റിന്റെ ഒരു അറസ്റ്റ് വാറണ്ട് ബ്യൂണസ് ആരീസിൽ എത്തിയിരുന്നത് കൊണ്ട് അവിടെയും ഒളിവിൽ തുടരാനായിരുന്നു അദ്ദേഹത്തിന്റെ നിയോഗം. ഒടുവിൽ പല വ്യാജ പേരുകളിലായി പല വ്യാജ തിരിച്ചറിയൽ കാർഡുകളും ഉണ്ടാക്കി ഒരുവിധം അദ്ദേഹം പാരീസിലേക്ക് എത്തിപ്പെടുന്നു. ഫ്രാൻസിൽ നെരൂദയ്ക്ക് അഭയം നൽകാൻ വേണ്ടി ഫ്രഞ്ച് സർക്കാരിനോട് നിവേദനം കൊടുത്തവരുടെ കൂട്ടത്തിൽ വിശ്രുതനായിട്ടുള്ള ചിത്രകാരൻ പാബ്ലോ പിക്കാസോയും ഉണ്ടായിരുന്നു. 1949 ഏപ്രിൽ 25 പാരീസിൽ കൂടിയ ആദ്യത്തെ കോൺഗ്രസ് ഓഫ് പാർട്ടിസാൻസ് ഓഫ് പീസ് സമ്മിറ്റിൽ ലോകമെമ്പാടുമുള്ള എഴുത്തുകാരും കലാകാരന്മാരും പണ്ഡിതരും ശാസ്ത്രജ്ഞരുമൊക്കെ ഒത്തുകൂടുന്നു. ആ കോൺഫറൻസിൽ പങ്കെടുത്തവരിൽ ഒരാളായിരുന്നു പാബ്ലോ പിക്കാസോയും. അദ്ദേഹത്തിന്റെ കൂടി ഉത്സാഹത്തിൽ നെരൂദയും ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സമ്മിറ്റിന്റെ ചെയർമാൻ നടത്തിയ സർപ്രൈസ് അനൗൺസ്മെന്റ് പിക്കാസോ ആകാംക്ഷയോടെ കേട്ടു നിൽക്കുന്നു. നിങ്ങളോട് ഇനി സംസാരിക്കാൻ പോകുന്ന വ്യക്തി ഈ ഹാളിൽ എത്തിയിട്ട് നിമിഷങ്ങൾ കഴിയുന്നതേ ഉള്ളൂ. നിങ്ങളിൽ പലരും അദ്ദേഹത്തെ ഒരുപക്ഷെ ഇന്നുവരെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം അദ്ദേഹം വേട്ടയാടപ്പെടുന്ന ഒരാളാണ്. ഹി ഈസ് പാബ്ലോ നെരൂദ. ചെയർമാൻ തൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചതും ആ വലിയ ഹാളിൽ നിമിഷ നേരത്തേക്ക് ഒരു നിശബ്ദത പരന്നു. നിമിഷാർദ്ധത്തിനുള്ളിൽ ദിഗന്ധങ്ങളെ മുഴക്കുന്ന ഒരു കരഘോഷത്തിന് അത് വഴിമാറി. അപ്പോഴേക്കും ലാറ്റിൻ അമേരിക്ക മുഴുവൻ പ്രസിദ്ധനായി കഴിഞ്ഞിരുന്ന കവി പാബ്ലോ നെരൂദയെക്കുറിച്ച് കഴിഞ്ഞ ഒരു വർഷമായി പൊതുമണ്ഡലത്തിൽ യാതൊരു വിവരവുമില്ലായിരുന്നു. സിവിൽ വാറിനിടയ്ക്ക് ചിലപ്പോൾ കവി കൊല്ലപ്പെട്ട് കാണുമെന്നോ അല്ലെങ്കിൽ കൊടിയ പീഡനങ്ങൾക്കിരയായി അദ്ദേഹം ഏതെങ്കിലും ഒരു കൽത്തുറുങ്കിൽ കഴിയുകയാവും എന്നുപോലും അദ്ദേഹത്തിന്റെ ആരാധകർ അന്ന് കരുതുന്നുണ്ട്. കവി പാബ്ലോ നെരൂദ മരിച്ചിട്ടില്ല, പൂർണ്ണ ആരോഗ്യവാനായി ആരാധകർക്ക് നേരെ കൈവീശിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ആ സമ്മിറ്റിൽ പങ്കെടുത്തവരുടെ പ്രതീക്ഷകൾക്ക് ജീവൻ വെച്ചു. പ്രിയപ്പെട്ട സ്നേഹിതരെ, നിങ്ങളുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്താൻ ഞാൻ ഒരല്പം വൈകിപ്പോയി. അതിങ്ങോട്ടെത്താൻ എൻ്റെ നാട്ടിൽ ഞാൻ നേരിട്ട ചില പ്രയാസങ്ങൾ കാരണമാണ് എന്ന് തുടങ്ങി ഒരു ഉജ്ജ്വലമായ പ്രസംഗം തന്നെ അവിടെ നെരൂദ നടത്തി.
തൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചിലിയിൽ വെച്ച് രഹസ്യമായി എഴുതി പ്രസിദ്ധപ്പെടുത്തിയ കാൻറ്റോ ജനറൽ എന്ന കവിതയിലെ അമേരിക്കൻ ജനതയുടെ സംഘർഷങ്ങൾ വർണ്ണിക്കുന്ന ചില വരികൾ കൂടി ആലപിച്ചപ്പോൾ ആ സദസ്സ് അന്ന് ആനന്ദഹർഷത്തിൽ ആറാടി. പാരീസിലേക്കുള്ള നെരൂദയുടെ കുടിയേറ്റം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തന്നെ തുറന്നു. അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകൾ സ്പാനിഷിൽ നിന്ന് ആദ്യം ഇംഗ്ലീഷിലേക്കും പിന്നീട് മറ്റെല്ലാ ലോകഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെടുന്നു. 1949 നെരൂദയും പത്നി ഡെലിയയും യൂറോപ്പിൽ നിന്ന് ലാറ്റിൻ അമേരിക്കൻ മണ്ണിലേക്ക് മെക്സിക്കോ സിറ്റിയിൽ നടക്കുന്ന ഒരു പീസ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി കപ്പൽ കയറുന്നു. തലസ്ഥാനത്ത് അവർ താമസിച്ചിരുന്ന വീട് പിന്നീട് അങ്ങോട്ട് ഒരു സോഷ്യൽ ഗ്യാതറിംഗ് സെൻ്ററായി മാറി. സെപ്റ്റംബർ 18 ചിലിയുടെ സ്വാതന്ത്ര്യദിനത്തിൽ നെരൂദയും ഭാര്യയും കൂടി ആ വീട്ടിൽ ഒരു വിരുന്ന് ഹോസ്റ്റ് ചെയ്യുന്നു. 300ഓളം വിശിഷ്ട അതിഥികൾ പങ്കെടുത്ത ആ പാർട്ടി പുരോഗമിക്കുമ്പോൾ കവി ജ്വരം മൂർച്ഛിച്ച് കിടപ്പിലായിരുന്നു. നെരൂദയുടെ ആ ജ്വരം അദ്ദേഹത്തിൻ്റെ കാലിലെ ഒരു ഞരമ്പിനുണ്ടായ വീക്കം കാരണമായിരുന്നു. കാലിന് വയ്യാതെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആയിരുന്ന ആ സമയത്ത് നെരൂദ തൻ്റെ പരിചരണത്തിനു വേണ്ടി ദക്ഷിണ ചിലിയിൽ നിന്നുള്ള മെറ്റിൽഡെ ഉറുഷ്യ എന്നൊരു യുവ നേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഗായികയും അഭിനേത്രിയുമായിട്ടുള്ള മെറ്റിൽഡ ചെലവുകൾക്കുള്ള വഴി കണ്ടെത്താൻ വേണ്ടി താൽക്കാലികമായി ഒരു നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. ഈ പരിചരണകാലത്ത് നെരൂദയും ഈ നേഴ്സും തമ്മിൽ വളരെ ഗാഢമായൊരു അടുപ്പം തന്നെ ഉടലെടുക്കുന്നു. 1950 നെരൂദയുടെ കാൻറ്റോ ജനറൽ മെക്സിക്കോ സിറ്റിയിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോഴും നെരൂദ സ്വന്തം നാട്ടിൽ ഒരു പിടികെട്ട പുള്ളിയാണ്. അതുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങുക എന്നത് ഒരു ഓപ്ഷനല്ല. ഗ്വാട്ടിമാലയിൽ ഏതാനും ആഴ്ചകൾ ചെലവിട്ട ശേഷം ദമ്പതികൾ പിന്നീട് അങ്ങോട്ടും നിരന്തര യാത്രകളിലായിരുന്നു. അങ്ങനെയൊരു യാത്രയിൽ നെരൂദയും ഡെലിയയും ജർമ്മനിയിലെ ബെർലിനിലെത്തുന്നു. അവിടെ വെച്ച് നെരൂദ തൻ്റെ പഴയ നേഴ്സ് മെറ്റിൽഡ ഉറുഷ്യയെ വീണ്ടും കണ്ടുമുട്ടുന്നു. ഇക്കുറി ആരെയും പരിചരിക്കുകയല്ല മെറ്റിൽഡ. ഒരു ചിലിയൻ സംഗീത ബാൻഡിനൊപ്പം യൂറോപ്പ് കൺസേർട്ടിന് വന്നതാണ് അവർ. അന്ന് നെരൂദയും ഇവരും തമ്മിലുള്ള പഴയ അടുപ്പം പൂർവാധികം ശക്തിയോടെ സടകുഴഞ്ഞെഴുന്നേൽക്കുന്നു. മെറ്റിൽഡയെ അടക്കി പുണർന്നുകൊണ്ട് നെരൂദ അന്ന് പറഞ്ഞത്, നിന്നിൽ നിന്ന് ഇനി ഒരിക്കലും അകലെയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. ആ ദിനങ്ങളിൽ നെരൂദ എഴുതി തുടങ്ങിയ കവിതകളാണ് പിന്നീട് ദ ക്യാപ്റ്റൻസ് വേഴ്സസ് എന്ന പേരിലുള്ള സമാഹാരത്തിൽ ചേർക്കപ്പെട്ടത്. 1951 നെരൂദ വീണ്ടും തൻ്റെ ഭാര്യ ഡെലിയയ്ക്കൊപ്പം വിദേശ പര്യടനങ്ങൾക്ക് പുറപ്പെടുന്നു. സോവിയറ്റ് യൂണിയൻ, ചൈന വഴി യൂറോപ്പിലെത്തുന്ന അവർ ചെക്കോസ്ലോവാക്യ, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ് വഴി വർഷാന്ത്യത്തോടെ ഇറ്റലിയിൽ എത്തിച്ചേരുന്നു. റോം, ഫ്ലോറൻസ്, നേപ്പിൾസ് എന്നിങ്ങനെ പലയിടങ്ങളിൽ നെരൂദയുടെ കവിയരങ്ങുകളും അന്ന് നടക്കുന്നു. 1952 ജനുവരിയിൽ നേപ്പിൾസ് പോലീസ് നെരൂദ താമസിക്കുന്ന സ്ഥലത്തെത്തുന്നു. നെരൂദയുടെ 3 മാസം കഴിയാനുള്ള പെർമിറ്റ് റദ്ദാക്കപ്പെട്ടുവെന്നും അതുകൊണ്ട് തന്നെ അടിയന്തരമായി ദമ്പതികൾ രാജ്യം വിടണമെന്നും പോലീസ് നിർബന്ധം പിടിക്കുന്നു. നേപ്പിൾസിൽ നിന്ന് കവിയും പത്നിയും ട്രെയിനിൽ റോമിലേക്ക് തിരിക്കുന്നു. എങ്ങനെയോ വിവരമറിഞ്ഞ് നെരൂദ പ്രേമികളായിട്ടുള്ള ഒരു വലിയ ജനക്കൂട്ടം റോമിലെ റെയിൽവേ സ്റ്റേഷനിൽ തടിച്ചുകൂടുകയും പാബ്ലോ പാബ്ലോ കവിയെ തുടരാൻ അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു. ഒടുവിൽ അവിടെ സന്നിഹിതരായിരുന്ന പോലീസിന് കലാപ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഈ ജനക്കൂട്ടത്തോട് നെരൂദയെ ഇറ്റലിയിൽ തുടരാൻ തങ്ങൾ അനുവദിക്കുമെന്ന വാഗ്ദാനം നൽകേണ്ടി വന്നു. ആ മാസാവസാനം ഒരു സുഹൃത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് നെരൂദ ഇറ്റലിയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള കൊപ്രി എന്നൊരു ദ്വീപിലേക്ക് പോകുന്നു. ഈ അവസരത്തിൽ പത്നി ഡെലിയയെ നെരൂദ തിരികെ ചിലിയിലേക്ക് പറഞ്ഞയക്കുന്നു. നെരൂദയുടെ പുനരുജ്ജീവിപ്പിക്കപ്പെട്ട പ്രണയത്തിലെ നായിക മെറ്റിൽഡ ഉറുഷ്യയും അവരുടെ കുഞ്ഞൻ വളർത്തുപട്ടിയും വരും ദിവസങ്ങളിൽ കോപ്രി ദ്വീപിൽ നെരൂദയ്ക്കൊപ്പം ചേരുന്നു. തൻ്റെ ജീവിതത്തിലെ തുടർന്നുള്ള കുറേ മാസങ്ങൾ തികഞ്ഞ ഉല്ലാസത്തോടെ ഈ ഇറ്റാലിയൻ തീരഭൂവിലാണ് നെരൂദ ചെലവഴിക്കുന്നത്. 1952 ജൂൺ മാസത്തോടെ തനിക്കിനി വേണമെങ്കിൽ ചിലിയിലേക്ക് മടങ്ങിച്ചെല്ലാം എന്ന സന്തോഷ വാർത്ത നെരൂദ അറിയുന്നു. 52 ഓഗസ്റ്റ് 12 തിരികെ മടങ്ങിയെത്തിയ ശേഷമുള്ള കവിയുടെ ആദ്യത്തെ പൊതുസമ്മേളനം നെരൂദ നെരൂദ എന്ന ഘോഷങ്ങൾ കൊണ്ട് മുഖരിതമായി. നാട്ടിൽ സാമൂഹിക നീതി പുലർന്നു കാണാൻ വേണ്ടി പ്രാണൻ കൊടുത്തും പോരാടുമെന്ന് കവി ആ ജനക്കൂട്ടത്തിന് വാഗ്ദാനം ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നാട്ടിൽ ഈ കാലത്തും നിരോധനമുണ്ട് എങ്കിലും അനുഭാവികളോ പ്രവർത്തകരോ ഒന്നും തന്നെ പോലീസ് അറസ്റ്റിലാവുന്ന സാഹചര്യം നിലവിലില്ല. അക്കൊല്ലത്തെ തിരഞ്ഞെടുപ്പിൽ നെരൂദ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച സാൽവദോർ അലന്തയ്ക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങാൻ തീരുമാനിക്കുന്നു. പ്രചാരണ റാലികളിൽ ചെന്ന് കവിത ചൊല്ലി അദ്ദേഹം ജനങ്ങളെ ആനന്ദിപ്പിക്കുന്നു. അവരെ അലണ്ടയിലേക്ക് വലിച്ചടിപ്പിക്കുന്നു. കവിയുടെ കവിത ജനങ്ങളെ അദ്ദേഹം പിന്തുണച്ച സ്ഥാനാർത്ഥിയിലേക്ക് ആകർഷിച്ചതുപോലെ രാഷ്ട്രീയത്തിലെ പ്രസിദ്ധി കവിയെയും ജനങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ വലിച്ചടുപ്പിക്കുന്നു. എന്നാൽ ഇത് പക്ഷേ നെരൂദയുടെ കുടുംബജീവിതം കാര്യമായ അലോസരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലമാണ്. ഭാര്യ ഡെലിയ അപ്പോഴും അദ്ദേഹത്തോടൊപ്പമുണ്ട്. എന്നാൽ കാമുകി മെറ്റിൽഡയോടൊപ്പമുള്ള നെരൂദയുടെ പൊറുതിയും ഏറെക്കുറെ പരസ്യമാണ്. നെരൂദയ്ക്കാണെങ്കിൽ ഇവർ രണ്ടുപേരോടും ഏതാണ്ട് ഒരേ ഇഷ്ടമാണ്. അവരിൽ ഒരാൾക്ക് അനുകൂലമായുള്ളൊരു തീരുമാനം എന്തെങ്കിലും എടുക്കേണ്ടി വരുമെന്ന് കവിയുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. തെരഞ്ഞെടുപ്പിൽ അലിൻഡ തോറ്റുപോയെങ്കിലും കവി അതോടെ രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമായി. 1953 കവി തനിക്ക് ലെനിൻ പീസ് പ്രൈസിലൂടെ കിട്ടിയ പണം സാന്റിയാഗോയിൽ ലാ ഷാസ്കോന എന്ന പേരിൽ ഒരു ഭവനം കൂടി പണി തീർക്കാൻ ചെലവിടുന്നു.
തുടർന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ എലിമെൻ്ററി ഓഡ്സ്, ന്യൂ എലിമെൻ്ററി ഓഡ്സ്, തേർഡ് ബുക്ക് ഓഫ് ഓഡ്സ് എന്നിങ്ങനെ നിരവധി കവിതാ സമാഹാരങ്ങളും നെരൂദയുടേതായിട്ട് പുറത്തു വരുന്നു. 1955 കവി തൻ്റെ രണ്ടാം ഭാര്യയായ ഡെലിയോട് വിവാഹമോചനത്തിന് അപേക്ഷിക്കുന്നു. 57 നെരൂദയും മെറ്റിൽഡയും താമസിക്കാൻ വേണ്ടി വിദേശത്ത് പോകുന്നു. നെരൂദയുടെ 100 ലവ് സോണറ്റ്സ് എന്ന പുസ്തകത്തിലെ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇക്കാലത്ത് മെറ്റിൽഡ ഉറൂഷ്യയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. 57 ഒരു കവി സമ്മേളനത്തിന് വേണ്ടി അർജന്റീനയിലെത്തിയ നെരൂദയെ ഹോട്ടൽ റെയ്ഡ് ചെയ്ത പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അർജന്റീനയിലെ സാഹിത്യകാരന്മാരുടെ കാര്യമായ ഇടപെടൽ ഉണ്ടായതോടെ 1.5 ദിവസത്തിനുള്ളിൽ നെരൂദ ജയിൽ മോചിതനായി. അന്നത്തെ രസകരമായൊരു അനുഭവം നെരൂദ തൻ്റെ ഓർമ്മക്കുറിപ്പിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പെട്ടെന്ന് യൂണിഫോം ധരിച്ച ജയിൽ ഗാർഡുമാരിൽ ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ കൈവെള്ളയിലേക്ക് മടക്കിയൊരു പേപ്പർ വെച്ച് ഒരക്ഷരം മിണ്ടാതെ സ്ഥലം വിട്ടു. അത് അയാൾ എനിക്കായി ഡെഡിക്കേറ്റ് ചെയ്തെഴുതിയ ഒരു കവിതയായിരുന്നു. എന്തിനും ഏതിനും കവിതകൾ എഴുതുന്ന കവിക്ക് വായനക്കാരുടെ പ്രതിനിധിയായിട്ടുള്ള ഒരാളിൽ നിന്ന് കവിതാരൂപത്തിൽ ഒരു സമർപ്പണം ഉണ്ടാവുക വളരെ അപൂർവമായിട്ടുള്ളൊരു അനുഭവത്തിനാണ് അന്ന് കവി സാക്ഷിയായത്. വരും ദിവസങ്ങളിൽ നെരൂദയും മെറ്റിൽഡയും ഏഷ്യയിലെ പല രാജ്യങ്ങളിലൂടെയും സഞ്ചരിച്ചു. പിന്നീട് കവി ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് 1960-ലാണ്. പിന്നീട് അങ്ങോട്ടും നെരൂദയുടെ തൂലികയിൽ നിന്ന് അനർഗള നിർഗളം കവിത പ്രവഹിച്ചു. 1960 അർജന്റീനയിലെ ലൊസാഡ പബ്ലിഷേഴ്സ് നെരൂദയുടെ എക്കാലത്തെയും ജനപ്രിയ കൃതിയായ 20 സോങ്സ് ആൻഡ് എ സോങ് ഓഫ് ഡിസ്പെയറിൻ്റെ 10,01,000 കോപ്പി അച്ചടിച്ചു. തൻ്റെ 60ാം പിറന്നാൾ ആയപ്പോഴേക്കും ലോകമെമ്പാടും ആരാധകരുള്ള വിശ്വപ്രസിദ്ധനായ ഒരു സാഹിത്യകാരൻ എന്ന ഇമേജിലേക്ക് നെരൂദ വളർന്നു. 1965 ഓക്സ്ഫോർഡ് സർവകലാശാല ഓണറി ഡോക്ടറേറ്റ് നൽകി നെരൂദയെ ആദരിക്കുകയും ചെയ്തു. ആ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ പൗരനായിരുന്നു നെരൂദ. പിന്നെയും നെരൂദ നിരന്തരം എഴുതി യാത്രകൾ നടത്തി. 1966 ഒക്ടോബർ 28 നെരൂദ ദീർഘകാലം തൻ്റെ കാമുകിയായിരുന്ന മെറ്റിൽഡ ഉറൂഷ്യയെ വിവാഹം കഴിച്ചു. കവിതകളിൽ മെറ്റിൽഡയും ഈസ്ലാ നീഗ്ര എന്ന അദ്ദേഹത്തിൻ്റെ വീടും നിരന്തര പ്രമേയങ്ങളായി. 1969 കമ്മ്യൂണിസ്റ്റ് പാർട്ടി 70 നടക്കാനിരുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ നെരൂദയോട് ആവശ്യപ്പെട്ടു. നെരൂദയെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൻഡിഡസി അംഗീകരിക്കപ്പെട്ടു. ആദ്യഘട്ടത്തിൽ സ്വന്തം കവിതകൾ റാലികളിൽ ആലപിച്ചുകൊണ്ട് പ്രചാരണത്തിൽ സജീവമായിരുന്നുവെങ്കിലും അവസാന നിമിഷം കവി ആ പ്രസിഡൻഷ്യൽ റേസിൽ നിന്ന് പിന്മാറുന്നു. പകരം സാൽവദോർ അലൻഡയുടെ സ്ഥാനാർത്ഥിത്വത്തെ താൻ പിന്തുണയ്ക്കുന്നതായി നെരൂദ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് നടക്കും വരെയും ചിലിയിലെ സാഹചര്യം തികച്ചും കലാപകലുഷിതമായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് അലൻഡയ്ക്ക് കൂടുതൽ വോട്ടുകൾ കിട്ടി. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും അലൻഡെ ഗവൺമെന്റ് തുടക്കം തൊട്ട് തന്നെ ആടി ഉലഞ്ഞാണ് നിന്നിരുന്നത്. പ്രസിഡന്റ് നയങ്ങളോട് വിയോജിപ്പുള്ളവർ അമേരിക്കയുടെ ഗൂഢാലോചനയിൽ അദ്ദേഹത്തിനെതിരെ പാളയത്തിൽ പട നയിച്ചു. ഈ ഘട്ടത്തിൽ നെരൂദയ്ക്ക് പാരീസിലെ ചിലിയൻ അംബാസഡറായി നിയമനം കിട്ടുന്നു. മെറ്റിൽഡയ്ക്കൊപ്പം കവി പാരീസിലെത്തുന്നു. പാരീസിലെത്തി അധികം വൈകാതെ തന്നെ നെരൂദയ്ക്ക് ഒരു സർജറി വേണ്ടിവരുന്നു. നെരൂദയ്ക്ക് ക്യാൻസർ ആണ് എന്ന സത്യം ഈ ഘട്ടത്തിൽ ഡോക്ടർമാർ മെറ്റിൽഡയെ അറിയിച്ചു. സംഗതി നെരൂദ അറിയാതിരിക്കാൻ വേണ്ടി അവർ പരമാവധി ശ്രമിക്കുന്നു. അങ്ങനെ ഒരു അപ്രിയ സത്യം അറിഞ്ഞതിൻ്റെ ലക്ഷണങ്ങളൊന്നും കൂടാതെ നെരൂദ സുഖം പ്രാപിച്ച് പൂർവാധികം ഊർജ്ജത്തോടെ തൻ്റെ സാഹിത്യരചന തുടരുകയും ചെയ്തു. ഇതിനിടെ 1971 നെരൂദയ്ക്ക് സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം കിട്ടുന്നു. അവാർഡ് സെറമണിക്ക് കവിയും ഭാര്യ മെറ്റിൽഡയും ഒരുമിച്ചാണ് അന്ന് സ്റ്റോക്ക്ഹോമിലേക്ക് പോകുന്നത്. ഇതിനിടെ 1972 ഒക്ടോബറിൽ പാരീസിൽ വെച്ച് രണ്ടാമതൊരു സർജറി കൂടി ചെയ്യേണ്ടി വന്നപ്പോൾ ചിലിയിലേക്ക് മടങ്ങാൻ സമയമായി എന്ന് നെരൂദയ്ക്ക് തോന്നി. നെരൂദ രാജ്യത്തേക്ക് മടങ്ങി വന്ന സമയത്ത് തന്നെ ചിലിയിൽ ആഭ്യന്തരമായി നിരവധി ആശങ്കകൾ ഉരുണ്ടുകൂടി. പ്രസിഡന്റ് അലൻഡ അമേരിക്കൻ കമ്പനികളിൽ നിന്ന് ചിലിയിലെ കോപ്പർ നൈട്രേറ്റ് ഖനികളുടെ അവകാശം ഏറ്റെടുത്തതോടെ അമേരിക്ക ചിലിയുമായിട്ട് ഇടയുന്നു. പ്രസിഡന്റ് നിക്സൺ അന്ന് ചിലിയുമായിട്ടുള്ള സകല നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചു. CIA ചിലിയിലെ അലൻഡ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി അണിയറയിൽ ചരടുവലികൾ തുടങ്ങി. 1973 സെപ്റ്റംബർ 11 ജനറൽ അഗസ്റ്റോ പിനോഷയുടെ നേതൃത്വത്തിൽ നടന്ന സൈനിക അട്ടിമറിയെ തുടർന്നുണ്ടായ കലാപത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രസിഡൻഷ്യൽ പാലസ് ബോംബ് ചെയ്യപ്പെട്ടു. പാലസ് പരിസരത്ത് വെച്ച് നടന്ന വെടിവെപ്പ് പ്രസിഡന്റ് അലൻഡയുടെ ജീവൻ എടുക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് ചിലിയൻ പൗരന്മാർക്ക് പ്രാണൻ നഷ്ടപ്പെട്ട ആ ദിനങ്ങളിലാണ് നെരൂദ തൻ്റെ അവസാനത്തെ സാഹിത്യ പ്രവർത്തനം, തൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ എഴുത്ത് പൂർത്തിയാക്കുന്നത്. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നെരൂദയുടെ ആരോഗ്യം ക്ഷയിച്ചു വന്നു. ഇസ്ലാ നെഗ്രയിൽ നിന്ന് നെരൂദയെ മെറ്റിൽഡ സാന്റാ മരിയ ക്ലിനിക്കിലേക്ക് മാറ്റുകയും ചെയ്തു. അവിടെ വെച്ചാണ് നമ്മൾ ഈ ലക്കത്തിന്റെ തുടക്കത്തിൽ വർണ്ണിച്ച പോലെ പിനോഷ പക്ഷത്തെ ഏതോ ഘാതകൻ നെരൂദയെ വിഷം കുത്തിവെച്ച് കൊന്നുകളയുന്നത്. 1973 സെപ്റ്റംബർ 23 നെരൂദയുടെ മരണം സ്ഥിരീകരിക്കപ്പെടുന്നത്. രണ്ടാം ദിവസം സാന്റിയാഗോയുടെ തെരുവുകളിലൂടെ ഘോഷയാത്രയായി കൊണ്ടുപോയ കവിയുടെ മൃതദേഹം പൊതുശ്മശാനത്തിൽ അടക്കപ്പെട്ടു. ഒരിക്കൽ ഒരു അഭിമുഖകാരനോട് നെരൂദ പറഞ്ഞത്, എനിക്ക് എഴുത്തെന്നാൽ ശ്വാസം വിടുന്നത് പോലെയാണ്, ശ്വസിക്കാതെ നമുക്ക് ജീവിക്കാനാവില്ല, എഴുതാതെയും എനിക്ക് ജീവിക്കാനാവില്ല എന്നാണ്.
അവസാന നാളുകൾ തൻ്റെ അടിയുറച്ച രാഷ്ട്രീയ നിലപാടുകളുടെയും അനുഭവങ്ങളുടെയും പേരിൽ കാലുവെന്ത നായെപ്പോലെ ഉലകം ചുറ്റി ചെലവിടേണ്ടി വന്നുവെങ്കിലും നെരൂദയുടെ കവിതകൾ പ്രസരിപ്പിക്കുന്ന ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും പ്രതീക്ഷകളുടെയും ലെഗസി ഇന്നും അവശേഷിക്കുന്നു. സുപ്രസിദ്ധ കൊളംബിയൻ നോവലിസ്റ്റായ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസ് നെരൂദയെ വിശേഷിപ്പിച്ചത് 20-ാം നൂറ്റാണ്ടിൽ ഏതു ഭാഷയിലെയും ഏറ്റവും മികച്ച കവി എന്നാണ്. നെരൂദ കവിതകളെല്ലാം കൂടി ഏതാണ്ട് 3500ഓളം പേജുണ്ട്. ലോകമെമ്പാടുമുള്ള ഏതാണ്ട് 30ഓളം ഭാഷകളിൽ അത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഏതാണ്ട് എല്ലാ ലോകഭാഷകളിലും മൊഴിമാറ്റി എത്തിയിട്ടുള്ളത് കൊണ്ട് ഒരു വിവർത്തകൻ ഒരിക്കൽ നെരൂദയെ വിളിച്ചത് ലോകത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ടിട്ടുള്ള കവി എന്നാണ്. എഴുതിക്കൂട്ടിയ പരശതം കവിതകൾ കൊണ്ട് അങ്ങ് ചിലിയിലെ സാഹിത്യപ്രേമികൾക്ക് മാത്രമല്ല സാധാരണക്കാരിൽ സാധാരണക്കാരായ മലയാളികൾക്ക് വരെ പ്രിയങ്കരനാണ് പാബ്ലോ നെരൂദ എന്ന ലാറ്റിൻ അമേരിക്കൻ കവി. ദക്ഷിണ ചിലിയിലെ ഈർപ്പം നിറഞ്ഞ മഴക്കാടുകളിൽ ചെലവിട്ട ബാല്യകൗമാരങ്ങൾ, നയതന്ത്ര പ്രതിനിധിയായി ചെലവിട്ട യൗവനകാലം, പിന്നീട് ലോകരാജ്യങ്ങളിൽ പലതിനുമായി ഓടി നടന്ന് നടത്തിയ രാഷ്ട്രീയ ജീവിതം, ഇക്കാലം അത്രയും പാബ്ലോ നെരൂദ അവിരാമം തുടർന്നു പോയ ഒന്ന് അദ്ദേഹത്തിൻ്റെ കവിത എഴുത്തു മാത്രമാണ്. നെരൂദയുടെ കവിതയും അദ്ദേഹത്തിൻ്റെ ധിഷണയും വ്യാപരിച്ചിരുന്ന ഒരു ലോകം, ഇന്ദ്രിയ സുഖങ്ങൾക്ക് പിന്നാലെ ഓടിപ്പാഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും വ്യവഹരിച്ചിരുന്ന മറ്റൊരു ലോകം, അത് രണ്ടും പലപ്പോഴും പരസ്പര വിരുദ്ധമായിരുന്നു. ഈ വിരുദ്ധോക്തിയിലേക്കുള്ള സൂചകമെന്നോണം നെരൂദ തന്നെ പണ്ട് പറഞ്ഞ വാക്കുകൾ ഓർത്തെടുത്തുകൊണ്ട് നമുക്ക് നിർത്താം. എൻ്റെ കവിത എന്താണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കറിയില്ല എന്ന്. എന്നാൽ എൻ്റെ കവിതയോട് ചോദിച്ചാൽ അത് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരും ഞാൻ ആരാണെന്ന്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.